സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. ഈ ശുശ്രൂഷകൾക്ക് അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം കൊടുക്കുന്ന കർത്താനദാസി ബീന സിസ്റ്റർ, സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ എല്ലാവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. സ്തോത്രം. ഈ പുതിയ വർഷത്തിന്റെ 2026 സ്തോത്രം പ്രാരംഭ പ്രഭാതത്തില് പ്രതീക്ഷയോടെ ദൈവമുഖത്തേക്ക് നോക്കുന്ന എല്ലാ ദൈവമക്കൾക്കുമായി ഞാൻ കർത്താവിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. അപ്പോൾ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ വർഷം, ഈ വർഷം ദൈവം നിങ്ങൾക്ക് ദാനം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. തുടർന്നുള്ള സമയങ്ങൾ സ്തോത്രം, നിങ്ങൾ ഈ ദൂതിനെ റിസീവ് ചെയ്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിനകത്ത് വലിയ അത്ഭുതങ്ങളെ ദൈവം കൊണ്ടുവരുവാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഈ 2026 കുറിച്ച് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ ഒരു ദൂത് നിങ്ങളോടുള്ള ബന്ധത്തിൽ കൈമാറുകയാണ്. സ്തോത്രം. ഈ 2026 കർത്താവിനോട് പറഞ്ഞു, ദ ഇയർ ഓഫ് ഫ്ലറിഷിങ്. സ്തോത്രം. ഒരു ഭയങ്കര ഫ്ലറിഷിങ്ങിന്റെ വർഷമായിരിക്കും ഈ 2026. സ്തോത്രം. അല്ലേ? ഞാൻ തികഞ്ഞ ആത്മാർത്ഥതയോടെയാണ് നിങ്ങളുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കുന്നത്. അതുകൊണ്ട് സ്തോത്രം, നിങ്ങൾ അതേ ഗൗരവത്തോടെ ഈ ദൂതുകളെ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിനകത്ത് ഉറപ്പായിട്ടും ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങളെ കാണുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. 2026 ഭയങ്കര ഫ്ലറിഷിങ്ങിന്റെ വർഷമായി തീരും. ഹല്ലേലൂയ, സ്തോത്രം. ഞാനതിന് ആധാരമായിട്ട് ഒരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുപോകാം. സ്തോത്രം. 92 സങ്കീർത്തനത്തിന്റെ സ്തോത്രം 12 വാക്യം. 92 സങ്കീർത്തനത്തിന്റെ 12 വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനിലെ ദേവദാരു പോലെ വളരും. 2 പദങ്ങളാണ് ദൈവത്തിന്റെ ആത്മാവിടെ കൊടുത്തിരിക്കുന്നത്. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരും. 2 പദങ്ങൾ. 1 തഴയ്ക്കുക, 2 വളരുക. സ്തോത്രം. എന്നോട് ശക്തമായിട്ട് ദൈവാത്മാവ് ഈ പ്രഭാതത്തിൽ ഒരു ദൂത് കൈമാറുക. സ്തോത്രം. എവിടൊക്കെയോ തഴയ്ക്കലുകൾ ഇല്ലാതെ കിടക്കുന്ന മേഖലകളിൽ ആത്മാവ് ഒരു തഴയ്ക്കൽ നിങ്ങളുടെ ലൈഫിനകത്ത് ദൈവം തരാൻ പോവുക. 2 സ്തോത്രം. വളർച്ചയില്ലാതെ കിടക്കുന്ന ചില മേഖലകളിൽ ദൈവത്തിന്റെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു വളർച്ചയെ ദൈവം ചില മേഖലകളിൽ കൽപ്പിക്കാൻ പോകുക. ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കാം. ഞാൻ ഈ മീറ്റിങ്ങിന് കയറുന്നതിന് മുമ്പേ സ്തോത്രം ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്തോത്രം. വളർച്ചയില്ലാതെ കിടക്കുന്ന സകല വിഷയങ്ങൾക്കകത്തിലും ഈ 2026 ഭയങ്കര ഒരു വളർച്ചയുടെ വർഷമാക്കി ദൈവം തീർക്കാൻ പോകുക. ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ ദൈവാത്മനോട് ശക്തമായിട്ട് പറയുന്ന ബീന സിസ്റ്ററെ, ഇത് ഭയങ്കരമായ ഒരു വളർച്ചയുടെ വർഷമാക്കി ദൈവം നിങ്ങളുടെ മിനിസ്ട്രിയുടെ മേലും ദൈവം തീർക്കാൻ പോവുക. സ്തോത്രം. ആരും പ്രതീക്ഷിക്കാത്ത വളർച്ചകളെ ദൈവം കൽപ്പിക്കാൻ പോവുക. ആരും പ്രതീക്ഷിക്കാത്ത വളർച്ചകൾ. ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിച്ചോണം, ആരും പ്രതീക്ഷിക്കാത്ത വളർച്ചകൾ. സ്തോത്രം. നിങ്ങളെക്കുറിച്ച് സ്തോത്രം, നിങ്ങളുടെ ബന്ധുക്കാരോ നിങ്ങളുടെ ചാർച്ചക്കാരോ നിങ്ങളുടെ നാട്ടുകാരോ ആരും പ്രതീക്ഷിക്കാത്ത ഒരു വളർച്ച ദൈവം നിങ്ങൾക്ക് വേണ്ടി ഈ 2026 ദൈവത്താൽ സംഭവിക്കാൻ പോകുന്നു. ദൈവത്താൽ സംഭവിക്കാൻ. ഇന്ന് പകൽക്കാലം നിങ്ങൾ അത് വിശ്വസിച്ചോ? അത് ദൈവത്താൽ സംഭവിക്കാൻ പോകുന്നു. അത് ദൈവത്താൽ. ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ദൈവത്താൽ ഈ 2026 എൻ്റെ ലൈഫിനകത്ത് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു വളർച്ച സംഭവിക്കാൻ പോകുന്നു. ഒരു വളർച്ച സംഭവിക്കാൻ പോകുന്നു. വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറഞ്ഞു. സൂപ്പർ നാച്ചുറൽ ആയിട്ട് ഒരു വളർച്ച നിങ്ങളുടെ ലൈഫിനകത്ത് ദൈവം ചെയ്യാൻ പോകുന്നു. ഞാനിത് പറയുമ്പോൾ നിങ്ങളത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി സ്വതന്ത്ര ദൈവമായിട്ട് ചിലത് ചെയ്യാം. ഞാൻ ഈ ദൂത് റിലീസ് ചെയ്യുമ്പോൾ തന്നെ ദൈവമാണ് ഈ ദൂതിന്റെ ഉടമസ്ഥൻ. അതുകൊണ്ട് ദൈവം ഇതിനെ നിങ്ങളുടെ ലൈഫിനകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോവുകയാണ്. ദൈവം ഇതിനെ നിങ്ങളുടെ ലൈഫിനകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നു. വിശ്വസിച്ചു? ദൈവം ഇതിനെ നിങ്ങളുടെ ലൈഫിനകത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസിക്കുക. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ദൈവം ഇതിനെ നിങ്ങളുടെ ലൈഫിനകത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നു. അതിന്റെ തെളിവായി നിങ്ങളുടെ കൊമ്പുകളെ ദൈവം ഹല്ലേലൂയ കാട്ടുപോത്തിന്റെ കൊമ്പിന് തുല്യമായി ഉയർത്താൻ പോകുന്നു. പുതിയ എണ്ണ ദൈവം നിങ്ങളെ തേൽപ്പിക്കാൻ പോകുന്നു. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ആത്മീയ മേഖലയ്ക്കകത്തിലും ഭൗതിക മേഖലയ്ക്കകത്തിലും ഒരുപോലെ ഒരു ഫ്ലറിഷിങ്. സ്തോത്രം. ഹല്ലേലൂയ. ആത്മീയ മേഖല, ഭൗതിക മേഖല, 2 മേഖലകൾക്കകത്തിലും ഒരുപോലെ ഒരു ഫ്ലറിഷിങ് സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ലൈഫിനകത്തിൽ ദൈവം ചെയ്യാൻ പോകുക. അത് വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം സ്തോത്രം ചെയ്തു. അത് നിങ്ങളുടെ ലൈഫിനകത്തിൽ സൂപ്പർ നാച്ചുറൽ ആയിട്ട് സംഭവിക്കാൻ പോകുക. സൂപ്പർ നാച്ചുറൽ ആയിട്ട് സംഭവിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ആമേൻ. സൂപ്പർ നാച്ചുറൽ ആയിട്ട് അത് സംഭവിക്കാൻ പോകുക. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ഞാൻ സ്തോത്രം
ഈ 2026 ഈ അവസാന ദിവസങ്ങൾ ഉപവാസത്തോടെ ദൈവസന്നിധിയിലായിരുന്നപ്പോൾ പരിശുദ്ധ അമ്മനോട് സംസാരിച്ച ചില കാര്യങ്ങളുണ്ട്. നമ്മൾ സ്തോത്രം ഈ പ്രൊഫറ്റിക്കൽ ആക്ടുകളൊക്കെ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പ്രൊഫറ്റിക്കൽ ആക്ടുകൾ സ്തോത്രം. അപ്പൊ നമ്മൾ സാധാരണ ചില ആൾക്കാരൊക്കെ ആണെങ്കിൽ പ്രൊഫറ്റിക്കൽ ആക്ടുകൾ ദൈവദാസന്മാർ ചെയ്യുമ്പോൾ ചില ആൾക്കാരൊക്കെ അതിനെ വിമർശിക്കാറുണ്ട് സ്തോത്രം. പക്ഷേ ഞാൻ ഇന്ന് രാത്രികാലം ഒരു കാര്യം പറയും, ഈ പ്രഭാതത്തിൽ സ്തോത്രം, ഈ വിശ്വാസവും ഈ പ്രൊഫറ്റിക്കൽ ആക്ടും ഒക്കെ പഠിപ്പിച്ചത് ഒരു പാസ്റ്റർ അല്ല, ദൈവമാണ് പഠിപ്പിച്ചത് സ്തോത്രം. അതിന്റെ തെളിവ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അതിന്റെ തെളിവ് നിങ്ങൾ ഇന്ന് വിശ്വാസത്തോടെ അത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ അത് സംഭവിക്കാൻ പോകും. അതിന്റെ തെളിവ് ഞാൻ ഇന്ന് വചനത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് അതിന്റെ മറ നീക്കി കാണിക്കാം. നിങ്ങൾ ആര് സംശയം, നിങ്ങളുടെ ഹൃദയത്തിൽ എവിടെങ്കിലും ഒരു സംശയം അതിനെക്കുറിച്ചൊക്കെ കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിക്കണം. വചനത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്നോട് പരിശുദ്ധം വളരെ ശക്തമായി സംസാരിച്ച ഒരു വിഷയം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾക്ക് പറ്റുന്നത് പോലെയൊക്കെ പ്രൊഫറ്റിക്കൽ ആക്ടുകൾ നിങ്ങൾ ചെയ്തോണം സ്തോത്രം. ഈ ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്കിന് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കിയത് അബ്രഹാമിനെയാണ്. പക്ഷെ അബ്രഹാമിന്റെ കൂടെ ലോത്തും കൂടുമ്പോൾ എല്ലാവരോടും ഇങ്ങനെ ഇറങ്ങി പോരുക സ്തോത്രം. അങ്ങനെ സ്തോത്രം ഇവരുടെ കൂടെ ഇങ്ങനെ പോരുന്ന് കഴിഞ്ഞപ്പോൾ സ്തോത്രം ആത്മീയനും ജഡികനും തമ്മിലുള്ള വ്യത്യാസം കൂടെ ഞാൻ പറയാൻ പോകുക സ്തോത്രം. ഇവരെല്ലാം കൂടി ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിന് സ്തോത്രം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവരിങ്ങനെ ദേശത്തിൽ അങ്ങ് പടർന്ന് പന്തലിച്ച് അങ്ങ് വലിയൊരു സൈന്യത്തെ പോലൊക്കെ ഇങ്ങനെ കിടക്കുക. ഈ ദേശത്തെ ഇവർക്ക് വഹിക്കാൻ പറ്റുന്നില്ല. അവസാനം ലോത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം ഇടയന്മാരും അബ്രഹാമിന്റെ ഇടയന്മാരും തമ്മിൽ പ്രശ്നമുണ്ടായി. ഈ പ്രശ്നമുണ്ടായ അനന്തരം സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട് സ്തോത്രം. അബ്രഹാം പറയുകയാണ്, ലോത്തിനോട് അബ്രഹാം പറയും, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പിരിയാം, രണ്ടായിട്ട് പിരിയാം. നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് സ്തോത്രം പിരിയാം. പക്ഷെ നിനക്കിഷ്ടമുള്ള സ്ഥലം ഏതാണോ അത് നീ തിരഞ്ഞെടുത്തോളാൻ പറഞ്ഞു. നിനക്ക് ഇഷ്ടമുള്ള സ്ഥലം ഏതാണോ അത് നീ തിരഞ്ഞെടുത്തോളാൻ പറഞ്ഞു. അപ്പോ സ്തോത്രം അബ്രഹാം സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം അബ്രഹാം ഇങ്ങനെ മാറി നിൽക്കുക സ്തോത്രം. അങ്ങനെ നിന്നപ്പോൾ ലോത്ത് എന്ത് ചെയ്യുമെന്നറിയാം? നീരോട്ടമുള്ള, നമ്മുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സമൃദ്ധമായിട്ടുള്ള നീരോട്ടമുള്ള നന്മകളെല്ലാം ഉള്ളതെല്ലാം പുള്ളി ഇങ്ങ് തെരഞ്ഞെടുത്തു സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞ് ഇത് മുഴുവൻ പുള്ളി ഇങ്ങനെ പിടിച്ചെടുത്തു. ഹല്ലേലൂയ സ്തോത്രം. ഇതെല്ലാം പിടിച്ചെടുത്ത് സ്തോത്രം ഇതെല്ലാം എടുത്തുകൊണ്ട് പുള്ളി ഇങ്ങനെ അങ്ങോട്ട് പിരിഞ്ഞ് അങ്ങ് പോയി സ്തോത്രം. അബ്രഹാം തന്റെ കൂടാരത്തിൽ ഇങ്ങനെ ഇരിക്കുക. നമ്മുടെ ഭാഷയെ പറഞ്ഞ് ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൊണ്ട് നിരാശപ്പെട്ട അബ്രഹാം ഇങ്ങനെ തന്റെ കൂടാരത്തിൽ ഇരിക്കുക. അവിടെ ദൈവം അവന് വേണ്ടി ഇറങ്ങി വരിക സ്തോത്രം. അവിടെ ദൈവം അവന് വേണ്ടി ഇറങ്ങി വരിക. ഈ 2026 ഹല്ലേലൂയ സ്തോത്രം ചിലരെ നോക്കി ആത്മാവ് ശക്തമായിട്ടൊരു ദൂത് കൈമറിയും. നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചോ. നിന്റെ ജീവിതത്തിനകത്തിൽ ചില നഷ്ടങ്ങളെ നോക്കി ഹല്ലേലൂയ സ്തോത്രം, ചില ഭാരങ്ങളെ നോക്കി ഹല്ലേലൂയ സ്തോത്രം നീ നിരാശപ്പെട്ട് ഭാരത്തോട് ഇന്ന് പകൽക്കാലമായിരിക്കുമോ നിനക്ക് വേണ്ടി ദൈവം ഈ 2026 ഹല്ലേലൂയ പ്രഭാത സമയത്തിൽ എഴുന്നേറ്റ് ഹല്ലേലൂയ നിന്റെ അരികിൽ നിന്നുകൊണ്ട് നിന്നോട് ചിലത് സംസാരിക്കാൻ പോകുക. നിന്നോട് ചിലത് സംസാരിക്കുക. അതാ പ്രൊഫറ്റിക്കൽ ദൂതായിട്ട് വരാൻ പോകുന്നത്. ദൈവം നിങ്ങളോട് സംസാരിക്കാൻ പോലും ദൂത് ഞാൻ കൈമാറുക. അബ്രഹാമിന്റെ അടുക്കലോട്ട് വന്നു നിന്നിട്ട് ദൈവം പറയാ, അബ്രഹാമേ നീ തലപൊക്കി നോക്കുക. നിങ്ങൾ തലപൊക്കി നോക്കുക. എവിടോട്ട് നോക്കാൻ? ദേശത്തിലേക്ക് നോക്കുക. യെസ് ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളുടെ തല കുനിഞ്ഞല്ല ഇരിക്കേണ്ടത്. ഇന്ന് പകൽക്കാലം നിങ്ങൾ തല ഉയർത്തി ദേശത്തേക്ക് നോക്കുക. ഹല്ലേലൂയ. ദൈവം അബ്രഹാമിനോട് പറയുക സ്തോത്രം 13:14 ഹല്ലേലൂയ. അബ്രഹാമിനോട് ദൈവം പറയുക ഹല്ലേലൂയ സ്തോത്രം, അബ്രഹാമേ ഹല്ലേലൂയ തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ട് തെക്കോട്ട് കിഴക്കോട്ട് പടിഞ്ഞാറോട്ട് നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്വതന്ത്ര ബിനസിസ്റ്റേ നിങ്ങളോട് ആത്മാവിന്റെ ദൂത് കൈമാറാം. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ സാധ്യതകളൊന്നും കാണത്തില്ല. പക്ഷെ ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് കിഴക്കോട്ട് പടിഞ്ഞാറോട്ട് തെക്കോട്ട് വടക്കോട്ട് ഹല്ലേലൂയ സ്വതന്ത്ര തലപൊക്കി നോക്കിക്കോ. ദൈവം ചില അവകാശങ്ങളെ തരാൻ പോവുകയാണ്. ചില അവകാശങ്ങൾ എടുക്കാൻ പോകുക. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് നിൽക്കുന്ന ചിലരോട് ശക്തമായി ദൈവാത്മാവ് പറയുന്നു, നീ തലപൊക്കി നോക്കുക. നീ തലപൊക്കി നോക്കുക. യെസ്, തല ഉയർത്തിക്കോ യേശുവിന്റെ നാമത്തിൽ. ചിലരും കൊണ്ടുപോയെന്ന് പറഞ്ഞ് നീ ഭാരപ്പെടണം. നീ തല ഉയർത്തിക്കോ. നീ കാണാത്ത ചിലത് കാണാൻ പോകുക. ഈ 2026 ഒരു ദൂത് കൈമാറാൻ പോകുക. നീ തല ഉയർത്തി നോക്കിക്കോ. ഹല്ലേലൂയ സ്തോത്രം. ചിലർ കാണാത്തത് ഇന്ന് ഈ പ്രഭാതത്തിൽ
അല്ലേ? ചിലർ കണ്ടു തുടങ്ങാൻ പോയി. എത്ര പേർക്ക് ദൂതിന്റെ ആഴം പിടികിട്ടി? ചിലർ കാണാത്തത് നിനക്ക് വേണ്ടി ദൈവം നിന്നെ കാണിച്ച് അത് നീ കണ്ട് തുടങ്ങാൻ പോകുന്നു യേശുവിന്റെ നാമത്തിൽ. ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. മറ്റു പലരും കണ്ടിട്ടില്ലാത്ത, ലോത്ത് കണ്ടിട്ടില്ലാത്തത്, അബ്രഹാമേ സ്വത്രം, ദൈവം നിന്നോട് പറയുന്നത് ഹല്ലേലൂയ. ഊറാമാനസ് ശക്തമായ ദൈവം അവനോട് ഇടപെടുന്നു. ഹല്ലേലൂയ സ്തോത്രം. നീ പുതിയത് ചിലത് കണ്ടു തുടങ്ങാൻ പോകുക. നീ തലമുക്കി നോക്കി ഹല്ലേലൂയ പുതിയത് ചിലത് കണ്ടു തുടങ്ങാൻ പോകുക. ലോത്തുമാർക്ക് കാണാൻ കഴിയാത്ത പുതിയ ചിലത് ദൈവം നിനക്ക് വേണ്ടി കാണിക്കാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. അത് ശാശ്വത അവകാശമായി, മറ്റൊരുത്തനും കൊണ്ടുപോകാത്ത ശാശ്വത അവകാശമാക്കി നിന്റെ കയ്യിലേക്ക് ദൈവം കൈമാറ്റം നടത്താൻ പോകുന്നു. യെസ്. കർത്താവ് പറയുന്ന അടുത്തൊരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ, നീ കാണുന്നതുണ്ടല്ലോ, നീ കാണുന്നത് നിനക്ക് ശാശ്വത അവകാശമാക്കി തരാൻ പോകുക. സ്തോത്രം, സ്തോത്രം. ചിലത് ഇന്ന് ഈ പ്രഭാതത്തിൽ ചിലത് കണ്ടു. ഇന്ന് ഈ പ്രഭാതത്തിൽ പ്രൊഫറ്റിക്കലി നീ ചിലത് കണ്ടു. നിന്റെ തലമുറയുടെ ഭാവി നീ പ്രൊഫറ്റിക്കലി കണ്ടു. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ കുടുംബത്തിന്റെ ഭാവി നീ പ്രൊഫറ്റിക്കലി കണ്ടു. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കർത്താവ് പറയുന്നു, നീ എന്താണോ കാണുന്നത് അത് നിനക്ക് അവകാശമാക്കി ദൈവം താരാൻ പോകുന്നു. എത്ര പേർക്ക് ദൂതിന്റെ ആഴം പിടികിട്ടി? എത്ര പേർക്ക് ദൂതിന്റെ ആഴം പിടികിട്ടി? ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. ലോത്ത് നീരോട്ടമുള്ളതെല്ലാം തെരഞ്ഞെടുത്തു. അബ്രഹാം വിഷമിച്ചിരിക്കുക. അബ്രഹാമിനോട് ദൈവം പറയുന്നു, മോനെ നീ തലമുക്കി നോക്കിക്കേ, നീ എന്താണോ കാണുന്നത് അത് ഞാൻ നിനക്ക് ശാശ്വത അവകാശമായി കൈമാറ്റം ചെയ്യാൻ പോകുന്നു. സ്തോത്രം. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലോ അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാ. ഇന്ന് പകൽക്കാലം നിങ്ങൾ എന്നോട് ചേർന്ന് ഈ പ്രഭാതത്തിൽ ഈ ഹല്ലേലൂയ വേടിനെ വിശ്വസിച്ചുകൊണ്ട് പ്രൊഫറ്റിക്കലി നിങ്ങൾ റിസീവ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾ ഇപ്പോൾ ചിലത് അവകാശമായി ചോദിച്ചു പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. എന്നോട് ചോദിച്ചു കൊള്ളുക. ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരാമെന്ന് അരുളി ചെയ്തവൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ചിലത് അവകാശമായി എടുക്കാൻ പോകുന്ന ഒരു സീസൺ ദൈവം നിങ്ങളുടെ അവകാശങ്ങളെ ചില പട്ടണങ്ങളിൽ, ചില രാജ്യങ്ങളിൽ, ചില ദേശങ്ങളിൽ വിഭാഗിക്കാൻ പോകുന്നു. സ്തോത്രം. കർത്താവിനോട് ഒരു പദം ഇങ്ങനെ പറയാൻ പറയുന്നു, അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതെ, എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. ഈ പകൽക്കാലം ദൈവം പറയുന്നു, പട്ടണത്തിനകത്ത് ചില അവകാശങ്ങളെ ദൈവം നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യാൻ പോകുന്നു. യെസ്. വിശ്വസിച്ചോണ്ട് ചില പട്ടണങ്ങളെ നോക്കി ആത്മാവിൽ പ്രാർത്ഥിച്ചു. ആത്മാവിൽ പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് സ്തോത്രം ചിലത് ദൈവം അവകാശമായി കൈമാറ്റം ചെയ്യാൻ പോകുന്നു. ഒരു സാധ്യതകളും ഇല്ലാത്ത മേഖലകൾക്കകത്തിൽ ഒരു സാധ്യത അബ്രഹാമിന് മുമ്പ് ഒരു സാധ്യതകളുമില്ല. പക്ഷെ ദൈവം അബ്രഹാമിനോട് പറയാം, അബ്രഹാമേ നീ തല ഉയർത്തി നോക്കിയിട്ട് ഹല്ലേലൂയ സ്തോത്രം, നീ ഹല്ലേലൂയ ചിലത് പ്രഖ്യാപിക്കുക. അത് ഞാൻ നിനക്ക് അവകാശമാക്കി തരാൻ പോകുന്നു. നിനക്ക് മാത്രമല്ല നിന്റെ സന്തതിക്കും അത് ഞാൻ ശാശ്വത അവകാശമാക്കി തരാൻ പോകുന്നു. ഇത് പറയുമ്പോൾ അബ്രഹാമിന് സന്തതിയില്ല. ഹല്ലേലൂയ സ്തോത്രം. സാധ്യതകൾ ഒന്നുമില്ല. ഹല്ലേലൂയ. പക്ഷെ ദൈവം പറയാം, നീ വിശ്വസിക്കുക, നീ ഒന്ന് പ്രഖ്യാപിക്കുക. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഇത് തരാൻ പോകും. ഇന്ന് പകൽക്കാലം ആരെയൊക്കെയോ നോക്കി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായൊരു ദൂത് കൈമാറുന്നു. 2025 നിങ്ങൾക്ക് അവകാശമാക്കി എടുക്കുവാൻ കഴിയാതെ കിടന്ന പല അവകാശങ്ങളെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോടൊരു ദൂത് കൈമാറുന്നു. 2026 നീ ചിലത് അവകാശമാക്കി ഹല്ലേലൂയ ഒന്നുകൂടെ പറഞ്ഞാൽ കൈവശമാക്കി എടുക്കാൻ പോകുന്നു. ഞാൻ നിങ്ങളെ ഒരു പുതിയ സീസണിലേക്ക്, നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ പോകുക. ഹല്ലേലൂയ. ഒരു പുതിയ സീസണിലേക്ക് നിങ്ങളുടെ ലൈഫിനെ ഞാൻ ചേഞ്ച് ചെയ്യാൻ പോവുക. യെസ്. യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഈ നമ്മുടെ ഡെസ്റ്റിനിയെ കറക്റ്റ്
ആയിട്ട് ആ ഡെസ്റ്റിനിയിലേക്ക് കണക്ട് ചെയ്യുന്ന വ്യക്തികളുണ്ട്. ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് എന്ന് പറയും. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ബൈബിളിൽ നിന്ന് ഇതിനകത്തൊരു തെളിവ് ഞാൻ നിങ്ങളോട് പറയാം. ഹല്ലേലൂയ സ്തോത്രം. ഈ മോശക്കുഞ്ഞ്, ഹല്ലേലൂയ സ്തോത്രം, ഞാങ്ങണപ്പെട്ടകത്തിന് അകത്തിലാക്കിയ ആ കുഞ്ഞിനെ, സ്തോത്രം, ഹല്ലേലൂയ, നൈൽ നദിയിൽ, ഹല്ലേലൂയ സ്തോത്രം, കൊണ്ടുവച്ചിരിക്കുക. ഒന്നുകൂടെ പറഞ്ഞ്, നൈൽ നദിക്കകത്തിൽ ഇങ്ങനെ ഒഴുക്കിയിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ ആ കുഞ്ഞിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തത്തെ കറക്റ്റായിട്ട് കണക്ട് ചെയ്ത്, സ്തോത്രം, ഹല്ലേലൂയ, അതിന്റെ വീടുമായി കണക്ട് ചെയ്യുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ സ്തോത്രം, ഈ സ്തോത്രം മോശയുടെ സഹോദരി വെയിറ്റിംഗിൽ അവിടെ നിൽക്കുക. ഒന്നുകൂടെ പറഞ്ഞ, ഡെസ്റ്റിനി ഹെൽപ്പർ, ഡെസ്റ്റിനി ഹെൽപ്പർ. ഇന്ന് രാത്രി, സ്തോത്രം, ഈ പ്രഭാതത്തിൽ 2026 സ്തോത്രം, നിങ്ങൾക്ക് ചില ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് ഉണ്ടാകാൻ പോകുക. ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ്, ഒന്നുകൂടെ പറഞ്ഞാൽ, നിന്റെ വാഗ്ദത്തങ്ങളെ കറക്റ്റായിട്ട് കണക്ട് ചെയ്യുന്ന ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ്. സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. മോശയുടെ സഹോദരി ഇങ്ങനെ അവിടെ നിൽക്കുക. സ്തോത്രം, മോശയോടുള്ള ബന്ധത്തിൽ, ആ മോശ കുഞ്ഞിനോടുള്ള ബന്ധത്തിൽ, ആ വാഗ്ദത്വത്തോടുള്ള ബന്ധത്തിൽ, ഫറവോന്റെ പുത്രി, ഹല്ലേലൂയ സ്തോത്രം, നൈൽ നദിയിൽ കുളിക്കാനായിട്ട് വരുന്നു. സ്തോത്രം, ഞാങ്ങണപ്പെട്ട കാണുന്ന മോശക്കുഞ്ഞിനെ എടുക്കുന്നു. ഈ കുഞ്ഞിനെ മുലകുടുത്ത് വളർത്താൻ എവിടെ കൊണ്ടുപോകണമെന്ന് നമുക്കറിയത്തില്ല. സ്തോത്രം, നിങ്ങൾക്ക് ഡെസ്റ്റിനി ഹെൽപ്പറിനെ പിടികിട്ടുന്നുണ്ടോ? എവിടെ കൊണ്ടുപോകണമെന്ന് അറിയത്തില്ല. സ്തോത്രം. പക്ഷേ സ്തോത്രം, അവിടെ, ഹല്ലേലൂയ സ്തോത്രം, നിൽക്കുന്ന, ഹല്ലേലൂയ സ്തോത്രം, മോശയുടെ സഹോദരിയായ മിരിയം ഇമ്മീഡിയറ്റ്ലി രാജകുമാരി അടുക്കിലേക്ക് ചെന്നിട്ട് ഇടപെട്ടിട്ട് പറയാ, ഈ കുഞ്ഞിനെ മുല കൊടുത്തു വളർത്തുവാൻ നിനക്കൊരു സ്ത്രീയെ ആവശ്യമുണ്ടോ? ഹല്ലേലൂയ, ഞാൻ കണക്ട് ചെയ്തുതരാം, ഞാൻ കണക്ട് ചെയ്തുതരാം. പിടികിട്ടിയോ? കണ്ടോ? ഹല്ലേലൂയ സ്തോത്രം. ചരിത്രത്തിൽ നടക്കാത്തത്, ഹല്ലേലൂയ സ്തോത്രം, വാഗ്ദത്തം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, രക്ഷപ്പെടട്ട നിലവാരത്തിൽ, ഹല്ലേലൂയ, രക്ഷപ്പെട്ടു. പക്ഷെ ഇതിനെ കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നു, കറക്റ്റായിട്ട് കണക്ക് കൊടുക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ഒരു ദൂത് കൈമാറാം. ഹല്ലേലൂയ, നിന്റെ വാഗ്ദത്തങ്ങളെ, വാഗ്ദത്തത്തിന്റെ റൈറ്റ് റൂട്ടിൽ കണക്ട് ചെയ്യുന്ന ചില ഡെസ്റ്റിനി ഹെൽപ്പേഴ്സിനെ ദൈവാത്മാവ് നിനക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം സെറ്റ് ചെയ്യാൻ പോവുകയാണ്, സെറ്റ് ചെയ്യാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ സെറ്റ് ചെയ്യാൻ പോവുക. യെസ്, ചിലരുടെ ലൈഫിനകത്തിൽ അങ്ങനെ ചില തിരിവുകൾ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നു. അങ്ങനെ ചില തിരിവുകൾ, എത്ര പേരെന്ന് പകൽക്കാലം വിശ്വസിക്കുന്നു? അങ്ങനെ ചില തിരിവുകൾ, നിന്റെ വാഗ്ദത്തങ്ങൾ, ഹല്ലേലൂയ, കറക്റ്റായി കണക്ട് ചെയ്യാൻ പോകുന്നു. കറക്റ്റായി കണക്ട് ചെയ്യാൻ, റോങ് റൂട്ടുകൾ പൊട്ടിപ്പോകാൻ പോകുന്നു. റോങ് റൂട്ട് പൊട്ടാൻ പോകുന്നു. റോങ് റൂട്ട്, യെസ്, ഇന്ന് പകൽക്കാലം റോങ് റൂട്ടുകളെല്ലാം പൊട്ടാൻ പോകുന്നു. സ്തോത്രം, ഹല്ലേലൂയ. റൈറ്റ് റൂട്ട് വെളിപ്പെടാൻ പോകുന്നു. യെസ്, യെസ്, ഹല്ലേലൂയ. റോങ് റൂട്ട് റൈറ്റ് റൂട്ട് ഉണ്ടോ പാസ്റ്ററെ? ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഹല്ലേലൂയ സ്തോത്രം. മിരിയാം, ഹല്ലേലൂയ സ്തോത്രം, മിരിയാം, ഹല്ലേലൂയ സ്തോത്രം, റൈറ്റ് റൂട്ടില് സ്തോത്രം, ഹല്ലേലൂയ, മോശക്കുഞ്ഞിനെ കണക്ട് ചെയ്ത് കൊടുത്തു. സ്തോത്രം, കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തു. സ്തോത്രം. അതുകൊണ്ട് റൈറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് മോശക്കുഞ്ഞ് എത്തേണ്ടിടത്ത് എത്തി. സ്തോത്രം, ഹല്ലേലൂയ. എല്ലാ പ്രൊവിഷൻസും, ഹല്ലേലൂയ, ആ കുടുംബത്തിലേക്ക് തുറന്നു വന്നു. എല്ലാ പ്രൊവിഷൻസും, ഹല്ലേലൂയ, നോക്കണേ, ഹല്ലേലൂയ, രാജകൊട്ടാരത്തിൽ നിന്ന് എല്ലാ പ്രൊവിഷൻസും ആ കൊട്ടാരത്തിലേക്ക്, ഹല്ലേലൂയ, ആ കൊട്ടാരത്തിൽ നിന്ന് ആ വീട്ടിലേക്ക് ഇപ്പോൾ തുറന്നു വരിക. കുറച്ചു മുമ്പേ വരെ ഈ വീടിന്റെ മുകളിൽ തുറന്നിരുന്ന വാതിൽ എന്തായിരുന്നറിയോ? മരണത്തിന്റെ വാതില്, ഭയത്തിന്റെ വാതില്, ഭീതിയുടെ വാതില്. ഹല്ലേലൂയ, ഇത് മുഴുവൻ ഈ വീടിനകത്ത് തുറന്നു കിടക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനെ മുഴുവൻ അടച്ചിട്ട്, ഹല്ലേലൂയ സ്തോത്രം, അതിനെ മുഴുവൻ അടച്ചിട്ട്, ഹല്ലേലൂയ സ്തോത്രം, ഇപ്പോൾ തുറന്നു കിടക്കുന്ന വാതിൽ എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, പ്രൊട്ടക്ഷന്റെ വാതിൽ, ഹല്ലേലൂയ സ്തോത്രം, കാവലിന്റെ വാതിൽ, ഹല്ലേലൂയ സ്തോത്രം, സംരക്ഷണത്തിന്റെ വാതിൽ, ഹല്ലേലൂയ, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊവിഷന്റെ വാതിൽ. യെസ്, ഇന്ന് പകൽക്കാലം അങ്ങനെ ചിലത് ആർക്കൊക്കെയോ വേണ്ടി ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം തുറക്കുന്ന, സ്വർഗത്തിലെ ദൈവം തുറക്കുന്ന, നിങ്ങൾ തലയുയർത്തി നോക്ക്. സ്വർഗത്തിലെ ദൈവം അങ്ങനെ ചിലത് തുറക്കാൻ പോകുന്നു. യെസ്, അങ്ങനെ ചിലത് ആ പൊട്ടിക്കിളിപ്പ് സംഭവിക്കാൻ പോകുന്നു. അങ്ങനെ ചിലത് തുറക്കാൻ പോകുന്നു. അങ്ങനെ ചിലത് യെസ്, യേശുവിന്റെ നാമത്തിൽ ചില കുടുംബങ്ങൾക്ക് വേണ്ടി, ചില തലമുറകൾക്ക് വേണ്ടി, ഹല്ലേലൂയ, മിനിസ്ട്രിക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം അങ്ങനെ ചിലത് തുറക്കാൻ പോകുന്നു. നിങ്ങൾ ഈ ദൂതനെ വിശ്വസിച്ച് ആമേൻ പറയുമ്പോൾ ഈ 2026 അങ്ങനെ ചിലത് യേശുവിന്റെ നാമത്തിൽ ഓപ്പൺ ആകുന്നു. യെസ്, അങ്ങനെ ചിലത് ഓപ്പൺ ആകുന്നു. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ ചിലത് ഓപ്പൺ ആകുന്നു. യെസ്, ഹല്ലേലൂയ സ്തോത്രം. യെസ്, റോക്കോമാന ഷുഡിയാനകൾ കെട്ടിയ റമനസിയാരകൾ കെട്ടിയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഇനിയും
ഒരു കാര്യം കൂടെ കണക്ട് ചെയ്യുക, ഒരു കാര്യം കൂടെ കണക്ട് ചെയ്യാം. നമ്മളെ റോങ് റൂട്ടിൽ കൊണ്ട് കണക്ട് ചെയ്യും, റോങ് റൂട്ടിൽ കൊണ്ട് കണക്ട് ചെയ്യും. വാഗ്ദത്തമുള്ളതിനെ റോങ് റൂട്ടിൽ കൊണ്ട് കണക്ട് ചെയ്യും. ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങനെയുള്ള എല്ലാ മണ്ഡലങ്ങളെയും ദൈവാത്മാവ് പൊട്ടിച്ചിട്ട് നിന്നെ റൈറ്റ് റൂട്ടിലേക്ക് ദൈവം കണക്ട് ചെയ്യാൻ പോകുക, റൈറ്റ് റൂട്ടിലേക്ക് കണക്ട് ചെയ്യാൻ പോകുക ദൈവാത്മാവ്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രി, ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, ഹല്ലേലൂയ. ഇതേ മോശ, ഹല്ലേലൂയ, വളർന്നു കഴിഞ്ഞപ്പോൾ സ്തോത്രം സഹോദരന്മാരുടെ അടുക്കിലേക്ക് വരുമ്പോൾ സഹോദരന്മാരുടെ വാക്ക് തന്നെ സ്തോത്രം നിരാശപ്പെടുത്തിയിട്ട് മോശ അവിടുന്ന് ഒരു ഓട്ടം ഓടിച്ചു. ഈ ഓട്ടം ഹല്ലേലൂയ കൊണ്ടെത്തിച്ചത് ഹല്ലേലൂയ അവന് റോങ് റൂട്ടില. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ മിദ്യാനിന്റെ ആടുകളെ മേയിച്ച് സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഇത്രോവിന്റെ ആടുകളെ മേയിച്ച് ഹല്ലേലൂയ സ്തോത്രം ഒരു റോങ് റൂട്ടിൽ ഇവനെ കൊണ്ടുവന്ന് കണക്ട് ചെയ്ത് തന്റെ ഡെസ്റ്റിനിയെ ലോക്ക് ചെയ്തു കളഞ്ഞു. സ്തോത്രം, ഒരു 40 വർഷത്തേക്ക് തന്റെ ഡെസ്റ്റിനിയെ ലോക്ക് ചെയ്ത് അവിടെ അല്ലെങ്കിൽ വേറൊരു നിലവാരത്തിൽ ഈ മനുഷ്യനെ ഒതുക്കി കളഞ്ഞു. എവിടൊക്കെ ഒതുങ്ങിക്കിടക്കുന്ന ചിലതിനെ ഈ 2026 ദൈവം ആ കെട്ടുകളെ പൊട്ടിച്ച് സ്തോത്രം ഈ പ്രഭാതത്തിൽ ഹല്ലേലൂയ നിന്നെ ഒരു പൊട്ടിക്കിളിർപ്പിലേക്കും ഒരു പഴക്കലിലേക്ക് ദൈവാത്മാവ് കൊണ്ടുവരാൻ പോകുക, തിരിപ്പിക്കാൻ പോകുക. ഡെസ്റ്റിനി മാറുന്നു, ഡെസ്റ്റിനി മാറുന്നു. ചിലരുടെ ഡെസ്റ്റിനി ഞാൻ ഈ മീറ്റിംഗിൽ ഹല്ലേലൂയ കയറുമ്പോൾ തന്നെ ദൈവാത്മാവോട് ശക്തമായിട്ട് പറഞ്ഞു, ബീനസിസ്റ്റേ, വളർച്ചയില്ലാതെ എവിടൊക്കെ ലോക്കായി കിടക്കുന്ന ചിലതിനെ ദൈവാത്മാവ് സ്തോത്രം ഈ 2026 നിങ്ങൾ ഈ ദൂത് കേൾക്കുമ്പോൾ ദൈവത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം ഭയങ്കരമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകും. അവർ തങ്ങളുടെ ഡെസ്റ്റിനികളുമായിട്ട് കണക്ട് ആകാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ. ഈ 2026 വ്യക്തിപരമായ ചില എൻകൗണ്ടറുകൾ ചിലർക്ക് ഉണ്ടാകാൻ പോകും. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വ്യക്തിപരമായി, ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും, എന്നോട് ഭയങ്കരമായിട്ട് ദൈവം ഇടപെടുന്നു. വ്യക്തിപരമായി എൻകൗണ്ടറുകൾ ചിലർക്ക് ദൈവം ചെയ്യാൻ പോകും. വ്യക്തിപരമായ എൻകൗണ്ടറുകൾ. നിങ്ങൾ ഇന്ന് പകൽക്കാലം ഈ ദൂതി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുത്തു. വ്യക്തിപരമായ എൻകൗണ്ടറുകൾ ചിലർക്ക് വേണ്ടി ദൈവം കൊടുക്കാൻ പോകുന്നു. ഹല്ലേലൂയ, വ്യക്തിപരമായ എൻകൗണ്ടർ. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഇത് പറയുമ്പോൾ ഹല്ലേലൂയ റീസെന്റ് നടന്ന ഹല്ലേലൂയ സ്തോത്രം ഒരു സംഭവം ഞാൻ പറയാം. റീസെന്റ് നടന്ന ഒരു സംഭവം പറയാം. ഇവിടെ ഷാർജയിൽ സ്തോത്രം ഒരു ഫാമിലി സ്തോത്രം ഹല്ലേലൂയ എന്നെ വിളിച്ച് ഹല്ലേലൂയ സ്തോത്രം ആ പുള്ളിക്കാരത്തി എന്നെ വിളിച്ചിട്ടാണെങ്കിൽ എൻ്റെ അടുക്കൽ ഇങ്ങനെ ഹല്ലേലൂയ അവര് ഒരു ഭയങ്കര നിഷ്കളങ്കതയോടെ ഹല്ലേലൂയ എൻ്റെ അടുക്കൽ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്റേ ഹല്ലേലൂയ എൻ്റെ ലൈഫിൽ പല മേഖലയിൽ ഇങ്ങനെ പല മേഖലകൾ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ കിടക്കുകയാണെന്ന് പറഞ്ഞു. സ്തോത്രം, ആ സംഭവത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. സ്തോത്രം, അവർ ആക്ച്വലി എന്നെ വിളിച്ചത് സ്തോത്രം അവരുടെ 2 സിസ്റ്റേഴ്സിന്റെ വിവാഹവുമായിട്ടുള്ള ബന്ധത്തിലാണ്. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചും പറഞ്ഞു, ഇല്ല, നിങ്ങളുടെ റൂട്ടുകളെ പല മേഖലയിൽ ശത്രു ലോക്ക് ചെയ്തിട്ടിരിക്കുക. സ്തോത്രം, അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് അതിന്റെ കൃത്യമായിട്ടുള്ള റീസണുകളെല്ലാം ദൈവം തൊട്ടു. ഹല്ലേലൂയ സ്തോത്രം. സ്തോത്രം, ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ സ്തോത്രം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ വിളിക്കാത്ത ദൈവദാസന്മാരും സ്തോത്രം ഇവര് പ്രാർത്ഥിപ്പിക്കാത്ത ആൾക്കാരും ഒന്നുമില്ലായിരുന്നു. സ്തോത്രം, ഇങ്ങനെ ഒത്തിരി റോങ് റൂട്ടിൽ കിടന്ന് ഇങ്ങനെ കിടക്കുമായിരുന്നു. സ്തോത്രം, ഞാൻ ഇവരുടെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പരിശുദ്ധാത്മാവായിട്ട് ഇവരെ കണക്ട് ആക്കി. സ്തോത്രം, ഞാൻ പ്രാർത്ഥിച്ചൊന്നുമില്ല. ഇവരുടെ അടുക്കൽ എങ്ങനെ പ്രാർത്ഥിക്കണം, ഏത് നിലവാരത്തിൽ നിങ്ങൾ കണക്റ്റഡ് ആകണം എന്ന് സ്തോത്രം ഹല്ലേലൂയ ഞാൻ ഇവരുടെ അടുക്ക പറഞ്ഞു കൊടുത്ത് അവർ നിഷ്കളങ്ക ഹൃദയത്തോടെ. നമ്മൾ ഈ പലപ്പോഴും ഈ 100 കൂട്ടം കാര്യങ്ങൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പലരും വിളിക്കും. ടെസ്റ്റ് ചെയ്യാൻ എനിക്ക് അങ്ങനെ ഒത്തിരി പല കോളുകൾ വന്നു. ഞാൻ തികഞ്ഞ അവജ്ഞയോട് ഒഴിവാക്കിയിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആളുകൾക്ക് മുമ്പേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരാളിങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റേ സ്തോത്രം ഒന്ന് പ്രാർത്ഥിക്കണം. സ്തോത്രം, അപ്പോഴേ എനിക്ക് മനസ്സിലായി ഈ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ എന്ത് വിഷയത്തിനാണ് പ്രാർത്ഥിക്കണം? അല്ല, പ്രാർത്ഥിച്ചാൽ മതി, പ്രാർത്ഥിക്കുക. സ്തോത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൂത് കറക്റ്റ് ആണെന്ന് ഇവർക്ക് അറിയണം. ഇങ്ങനെയുള്ള കുറെ ഉടായ്പ സാധനങ്ങളുണ്ട്. സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. അവനൊന്നും രക്ഷപ്പെടത്തില്ല. സ്തോത്രം, ഞാൻ ഈ രക്ഷപ്പെട്ടവരുടെ ആൾക്കാരെ കഥയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. സ്തോത്രം ഹല്ലേലൂയ. ഈ സ്തോത്രം അങ്ങനെയുള്ളതിനെ ഞാൻ തികഞ്ഞ അപജ്ഞയോട് ഒഴിവാക്കി കളയും. സ്തോത്രം, പ്രിയദൈവമക്കളെ, സ്തോത്രം, ഞാൻ ഈ നമ്മുടെ ഉദ്ദേശവും സ്തോത്രം ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതെല്ലാം പരിശുദ്ധാത്മാവ് വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അത് മനസ്സിലാക്കിക്കണം. നിങ്ങൾ 100 കൂട്ടം ആൾക്കാരുടെ ഓടിപ്പോകുന്നതല്ല വിഷയം. നിങ്ങളുടെ ഹൃദയത്തിന്റെ ആത്മാർത്ഥത എന്താന്ന് പരിശുദ്ധം വിടുതൽ തരേണ്ടത്. ഒരു ദൈവദാസനല്ല വിടുതൽ തരേണ്ടത്, ദൈവത്തിന്റെ ആത്മാ വിടുതൽ തരേണ്ടത്. നിങ്ങൾ ഇന്ന് ഈ 2026 നിങ്ങൾ മനസ്സിലാക്കുക, ഒരു പാസ്റ്ററിനും നിങ്ങളെ വിടുവിക്കാൻ പറ്റത്തില്ല. ഏത് സൂപ്പർ നാച്ചുറൽ ആളാണെങ്കിൽ വിടുവിക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിനെ വിടുവിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ പരിശുദ്ധാത്മാവുമായിട്ട് കണക്റ്റഡ് ആയാൽ
സ്തോത്രം. ഞാൻ ചെയ്യുന്നതാ, പരിശുദ്ധമായിട്ട് കണക്റ്റഡ്. നിങ്ങളുടെ ഡെലിവറൻസ് നിങ്ങൾ ചെയ്യും. സ്തോത്രം. നിങ്ങളുടെ ഡെലിവറൻസ് നിങ്ങൾ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ഇവർ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു ഇങ്ങനെ കണക്റ്റഡാ, നിങ്ങൾ ഈ വിഷയത്തിലാണ്. അപ്പൊ എന്നോട് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. സത്യസന്ധമായിട്ട് നിങ്ങൾ അടുത്തൊരു കാര്യം മനസ്സിലാക്കിക്കോ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ കുറച്ചു മുമ്പേ ഇന്നലെ എൻ്റെ വൈഫുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം. എന്തോ അതിങ്ങനെ കയറി വന്നുകൊണ്ട് ഞാൻ പറയാം. സ്തോത്രം. നിങ്ങളൊരു ദൈവദാസനെ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കണം, സ്റ്റിൽ അദ്ദേഹം അഭിഷേകത്തിൽ നിൽക്കുന്നു. പാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്റ്റിൽ അദ്ദേഹം അഭിഷേകത്തിൽ നിൽക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അത് നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം. അല്ലാതെ പാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം ഇന്ന് ഈ പ്രസന്റ് സിറ്റുവേഷനിൽ അഭിഷേകത്തിലാണോ നിൽക്കുന്നത്? സ്തോത്രം. ഞാൻ നിങ്ങളുടെ കയ്യിൽ 2-3 തെളിവുകൾ പറയാം. ഒരാള്, സ്തോത്രം, ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ, ശൗലിനെ ദൈവം അഭിഷേകം ചെയ്തു. ആദ്യത്തെ കുറച്ച് ആൾ മാത്രമേ ഉള്ളൂ പുള്ളി അഭിഷേകത്തിൽ രാജാവായിട്ട് നിന്നത്. പിന്നീട് അദ്ദേഹം ഭരിക്കുക. പക്ഷെ അഭിഷേകം പോയി, ദുരാത്മാവാ. പക്ഷെ ആ ദുരാത്മാവിൽ നിൽക്കുന്ന മനുഷ്യന്റെ മേലേക്ക് നിങ്ങൾ കണക്ട് ആയി കഴിഞ്ഞാൽ കൊണ്ട് ദുരാത്മാവ് കയറും. സ്തോത്രം. പിടികിട്ടിയോ? നിങ്ങൾക്ക് പിടികിട്ടിയോ? സ്തോത്രം. സ്റ്റിൽ അദ്ദേഹം അഭിഷേകമായിട്ട് ഇപ്പോഴും കണക്ട് ചെയ്ത് നിൽക്കുന്നു. ഇന്നലെ അഭിഷിക്തനായിരുന്നിരിക്കാം, പക്ഷെ ഇപ്പോൾ പ്രസന്റ് സിറ്റുവേഷനിൽ, സ്തോത്രം, ആ അഭിഷേകം അദ്ദേഹം ക്യാരി ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള വിവേചന ബുദ്ധി നിങ്ങൾക്ക് ഉണ്ടാവണം. സ്തോത്രം. അതാണെങ്കിൽ മാത്രമേ നിങ്ങൾ കണക്റ്റഡ് ആകാവൂ. സ്തോത്രം. അങ്ങനെ യഥാർത്ഥ അഭിഷിക്തനാണെങ്കിൽ, കണക്റ്റഡ് ആണെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ അദ്ദേഹം ചെയ്യുന്നത് നിങ്ങളെ ഹോളി സ്പിരിറ്റുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കും. നിങ്ങൾ ഊറ്റിക്കൊണ്ട് പോകത്തില്ല, ഹോളി സ്പിരിറ്റുമായിട്ട് കണക്ട് ചെയ്യും. സ്തോത്രം. ഹോളി സ്പിരിറ്റുമായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ പകുതി പണി കഴിയും. സ്തോത്രം. അവർ ആത്മീയ വളർച്ചയിലേക്ക് കയറും. സ്തോത്രം. സ്തോത്രം. ഞാൻ നടന്ന സംഭവം ഞാൻ പറയാം. ഈ ഡെസ്റ്റിനി ഹെൽപ്പർ എന്നുള്ള വിഷയം ഇതിനകത്ത് കയറി വന്നതുകൊണ്ടാണ്. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. നടന്ന സംഭവം, ആ പറഞ്ഞതുപോലെ അനുസരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, സ്തോത്രം, എൻ്റെ അടുക്ക് പറഞ്ഞു, ഹല്ലേലൂയ, എനിക്ക് മനസ്സിലായി ഇവരെ ഒരു, സ്തോത്രം, ഹല്ലേലൂയ, കൈവശം പോലുള്ള സ്ഥാനത്തിനകത്ത് കെട്ടിയിട്ടിരിക്കുക. പക്ഷെ ഞാൻ കൈവശം ഉണ്ടെന്നോ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. സ്തോത്രം. ഞാൻ പറഞ്ഞു നിങ്ങൾ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. സ്തോത്രം. പ്രാർത്ഥിച്ചപ്പോൾ അടുത്ത ദിവസം എന്നെ വിളിച്ചിട്ടുണ്ട്, പാസ്റ്ററേ എനിക്ക് ഭയങ്കര വോമിറ്റിങ്, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് വോമിറ്റ് ചെയ്യാൻ വരിക. സ്തോത്രം. ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെ കൈവച്ച് പ്രാർത്ഥിക്കുക, ഇതെല്ലാം പോകും. ഹല്ലേലൂയ. സ്തോത്രം. കൈവച്ച് പ്രാർത്ഥിച്ചു, അതെല്ലാം പോയി. അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കണേ. അടുത്ത സാധനം പറയാം. എന്നോട് പറയാ, പാസ്റ്ററേ എനിക്ക് അടുത്തതുണ്ടായത്, ഞാൻ ഒത്തിരി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, സ്തോത്രം, ഈ പ്ലാറ്റ്ഫോം എല്ലാം ക്ലോസ് ചെയ്യാൻ പരിശുദ്ധാത്മാവിനോട് ആവശ്യപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പിടികിട്ടിയോ? സ്തോത്രം. പല റീൽസും മറ്റേതും മറിച്ചതും എല്ലാം കണ്ടു നടന്ന, സ്തോത്രം, ഇത് മുഴുവൻ ക്ലോസ് ചെയ്യാൻ ദൈവാത്മാവിനോട് ആവശ്യപ്പെട്ടു. ഞാൻ ആവശ്യപ്പെട്ടില്ല, ഹോളി സ്പിരിറ്റ് ആവശ്യപ്പെട്ടു. ഹോളി സ്പിരിറ്റ് ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. അപ്പോൾ, സ്തോത്രം, വീടിനകത്തിൽ ചേഞ്ചുകളെ പരിശുദ്ധമാണ്. എവിടൊക്കെയാണോ പൊളിഞ്ഞു കിടന്ന മേഖല, സമാധാനമില്ലാതെ കിടന്ന മേഖല, സ്വസ്ഥതയില്ലാതെ കിടന്ന മേഖല, എല്ലായിടത്തും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങി. പിടികിട്ടിയോ? പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങി. ആ സെറ്റിലാകാതെ കിടന്ന മേഖല ഹോളി സ്പിരിറ്റ് സെറ്റിലാക്കാൻ തുടങ്ങി. അടുത്തത് എന്നോട് പറഞ്ഞൊരു വാക്ക്, സ്വന്തം പാസ്റ്റേ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥന വേടുകളൊന്നും ഞാൻ പറയുന്നില്ല, തലമുറയെക്കുറിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ ഹയർ ആയിട്ടുള്ള റിലത്തിലേക്ക് കയറി കഴിഞ്ഞു. നിങ്ങൾ ഹല്ലേലൂയ വേറെ ലെവലിൽ കയറി കഴിഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇനി എൻ്റെ ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമില്ല. സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിച്ചു, നിങ്ങളുടെ ലെവൽ ചേഞ്ചായി. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ ലെവൽ ചേഞ്ചായി. ഇന്ന് ഈ പ്രഭാതത്തിൽ പിടികിട്ടിയോ? സ്തോത്രം. നിങ്ങൾ റൈറ്റ് റൂട്ടിലാണെങ്കിൽ, ഹല്ലേലൂയ, ഹോളി സ്പിരിറ്റ് നിങ്ങളോട് ഇടപെടും. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ് നിങ്ങൾ ഇടപെടാൻ തുടങ്ങുമ്പോൾ, സ്തോത്രം, നിങ്ങളുടെ വീടിന്റെ അന്തരീക്ഷങ്ങൾ ചേഞ്ച് ആകും. ഈ പ്രഭാതത്തിൽ പിടികിട്ടിയോ? സ്തോത്രം. എത്ര പേരുന്ന പകൽക്കാലം കൊതിക്കുന്നു അങ്ങനെ ഒരു റേഞ്ചിലേക്ക് നിങ്ങൾ കയറണമെന്ന്? ഹല്ലേലൂയ. അങ്ങനെ ഒരു റേഞ്ചിലേക്ക് കയറണം. അബ്രഹാമിയുടെ ഒറ്റയ്ക്കിരിക്കുക ഇന്ന് പകൽക്കാലം. ഹല്ലേലൂയ. സ്തോത്രം. അബ്രഹാം ഒറ്റയ്ക്കിരിക്കുന്ന ആ സാഹചര്യത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, അബ്രഹാമിനോട് ഇടപെടാൻ ആരുമില്ല കേട്ടോ. പക്ഷെ ദൈവം ഡയറക്റ്റ് ഇടപെട്ടു. ഹല്ലേലൂയ. ദൈവം ഡയറക്റ്റ് ഇടപെട്ടു. അവനോട് പറഞ്ഞു, പ്രൊഫറ്റിക്കലി നീ ഒരു കാര്യം ചെയ്യണം. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം?
എന്താണെന്നറിയാമോ? ഹല്ലേലൂയ സ്തോത്രം. നീ തലപൊക്കി നോക്കിയിട്ട് സ്തോത്രം ഹല്ലേലൂയ നീ ഈ ദേശത്ത് ഹല്ലേലൂയ നെറുകയും കുടുകയും സഞ്ചരിക്കണം. പ്രൊഫറ്റിക്കലി വാക്ക് ചെയ്യണമെന്ന് സ്തോത്രം ഹല്ലേലൂയ നടക്കണമെന്ന് സ്തോത്രം. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ നടക്കാൻ പറ്റുമോ? തരാൻ പോവാ ദൈവം ദേശങ്ങൾ തരാൻ പോകുക. വിശ്വാസത്തോടെ നടക്കാൻ പറ്റുമോ? ഞാനതാ പറഞ്ഞത് ഹല്ലേലൂയ സ്തോത്രം. ഈ പ്രൊഫറ്റിക്കലി വാക്കും ഇതൊക്കെ കൊണ്ടുവന്നതേ ഹല്ലേലൂയ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനകത്ത് സംശയം ഉണ്ടായിരുന്നെങ്കിൽ പിടികിട്ട്. സംശയം മാറിയവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഇത് ആരാണ്ടരെയൊക്കെ ബുദ്ധി തോന്നിയ ന്യൂജൻ പാസ്റ്റർമാരുടെ അല്ല കുഞ്ഞെ. ദൈവം അബ്രഹാമിനോട് പറഞ്ഞ സ്ഥലമാണ്. ആ സാധനം അബ്രഹാം ഇപ്പൊ മേടിച്ച് അവകാശമായി തലമുറയെ അവകാശമായി എടുത്ത് ഇന്ന് തലമുറകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. ഈ പകൽ പിടികിട്ടിയോ നിങ്ങൾക്ക്? ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽക്കാലം വിശ്വാസത്തിന്റെ ചില പ്രവൃത്തി ചെയ്തോ, അത് നീ അവകാശമാക്കി എടുക്കാൻ പോകുക. തീർന്നില്ല. അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ സ്തോത്രം, ഞാൻ നിനക്ക് ഹല്ലേലൂയ സ്തോത്രം ഒരു തലമുറയെ തരും. അല്ലെ, ഈ തലമുറ എങ്ങനെയായിരിക്കും എന്നറിയോ? സ്തോത്രം ഇപ്പോ സ്തോത്രം തന്റെ സ്തോത്രം സഹോദരപുത്രൻ എടുത്തോണ്ട് പോയിരിക്കുന്ന ഭൂമിയല്ല എടുത്തോണ്ട് പോയിരിക്കുന്നത്, അല്ലേ? ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാല് ഒന്നുകൂടെ നല്ല പൊട്ടിക്കിളിപ്പുള്ള നല്ല സ്ഥലമല്ല എടുത്തോണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ദൈവം പറയാ സ്തോത്രം, ദൈവത്തിന്റെ ആ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ. അവിടെ ദൈവം അബ്രഹാമിനോട് പറയാ, നിനക്ക് ഈ ഭൂമിയിലെ മണൽത്തരി പോലെ ഞാൻ തലമുറയെ തരാം. കണ്ടോ സ്തോത്രം ഹല്ലേലൂയ. ഈ ഭൂമിയിലെ മണൽത്തരി പോലെ ഞാൻ നിനക്ക് തലമുറയെ തരാം. അപ്പൊ എന്താ സംഭവിച്ചതെന്നറിയോ എന്റെ ബീന സിസ്റ്ററെ? സംഭവിച്ചത് അബ്രഹാമിനോട് പറയാ, നീ കാണ്, ഭൂമിയിലെ മണൽത്തരി നിനക്ക് എണ്ണാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷേ നീ ഒരു ലോങ് വിഷൻ കാണ അബ്രഹാമേ. സ്തോത്രം. അതേപോലെ ഞാൻ നിനക്ക് തരാൻ പോവുകയാണ്. ഇന്ന് പകൽക്കാലം ചിലരെ നോക്കി ആത്മാവ് ശക്തമായിട്ടൊരു ദൂത് കൈമാറിയ ലോങ് വിഷനുകളെ നിങ്ങൾ കാണുക. ലോങ് വിഷനുകളെ നിങ്ങൾ കാണുക. ലോങ് വിഷനുകളെ നിങ്ങൾ കാണുക. അത് ദൈവം നിങ്ങൾക്ക് അവകാശമായി തരാൻ പോവുക. സ്തോത്രം 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 ഹല്ലേലൂയ സ്തോത്രം. സാമ്പാസ്റ്ററെ, നിങ്ങളോട് എപ്പോഴാ ദൈവം ഇത് ഇടപെട്ടെ എന്നറിയോ? നിങ്ങളിപ്പോ എന്നോട് ചോദിക്കും, പാസ്റ്ററെ നിങ്ങളോട് എപ്പോഴാ ഇത് ദൈവം ഇടപെട്ടെ എന്നറിയോ? എപ്പോഴാന്ന് ഞാൻ നിങ്ങളോട് സത്യസന്ധമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം. ഞങ്ങളുടെ ഇവിടെ ഉപവാസ പ്രാർത്ഥന നടക്കുമായിരുന്നു. ഉപവാസ പ്രാർത്ഥന. ഇപ്പോ ഒരു പാസ്റ്റർ ഞങ്ങളുടെ ചർച്ച വന്നു. പുള്ളിയുടെ ലൈഫിൽ മൊത്തം പ്രശ്നങ്ങളാണ്. പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ പുള്ളിയുടെ ഭാര്യയ്ക്ക് പ്രശ്നം, ഡയാലിസിസ്, മോക്ക് പ്രശ്നം, മൊത്തം പ്രശ്നം. അപ്പം പുള്ളി അതിനെ അങ്ങോട്ട് ന്യായീകരിച്ച് ഭയങ്കരമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ന്യായീകരിച്ച് ഇതൊക്കെ എനിക്ക് ദൈവം തന്നിരിക്കുന്ന അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ന്യായീകരിച്ച് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. സ്തോത്രം. ഇങ്ങനെ ന്യായീകരിച്ച് ഇങ്ങനെ സംസാരിച്ച് മൊത്തം കഴിഞ്ഞിട്ട് ഞാൻ ആകെ അങ്ങ് ഡിസ്റ്റർബായി. സ്തോത്രം. ഞാനിങ്ങനെ പിറ്റേ ദിവസം ഇങ്ങനെ വന്ന് ദൈവസന്നിധി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എന്നോട് ദൈവം പറഞ്ഞു, മോനെ സ്തോത്രം, നീ ഒന്ന് നോക്കടാ. സ്തോത്രം അല്ലല്ലേ, നീ ഒന്ന് നോക്കടാ. സ്തോത്രം. അപ്പൊ ദൈവം എന്നോട് പറഞ്ഞു, നീ തലപൊക്കി ഒന്ന് നോക്ക്. സ്തോത്രം. ചില വാഗ്ദത്തങ്ങളെ കാണും. നിന്നെ ഈ വല്ലവരും വന്ന് പറയുന്നത് നോക്കിയിട്ടല്ല നീ നിന്റെ ലൈഫിനെ തീരുമാനിക്കേണ്ടത്. നീ തലപൊക്കി വിശാലതകളിലേക്ക് നോക്കുക. തലപൊക്കി നിന്റെ ദൈവത്തിന്റെ മഹത്വത്തിനൊത്തോണം വിശാലതയിലേക്ക് നോക്കുക. ആ വിശാലത ദൈവം നിനക്ക് അവകാശമാക്കി തരാൻ പോകുക. ആ വിശാലതകൾ ഈ 2026 എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ സ്തോത്രം, നീ ചില അവകാശങ്ങളെ എടുക്കുവാൻ തക്കുള്ള ചില അവകാശങ്ങളെ വിശാലമായ കണ്ണുകൊണ്ട് കണ്ണുയർത്തി നോക്കുമ്പോൾ അതുപോലെ ദൈവം നിനക്ക് ചിലത് തരാൻ പോകുക. ചിലത് നിനക്ക് തരാൻ പോകുക. അവകാശമായി നിനക്ക് ചിലത് ദൈവം നൽകി തരാൻ പോകുക. നീ അത് വിശ്വാസത്തോടെ പറയുമ്പോൾ നിന്റെ തലമുറകളും അത് ഡിക്ലറേഷൻ നടത്താൻ പോകുക. സ്തോത്രം ഹല്ലേലൂയ. വിശ്വാസത്തോടെ ചില വാക്ക് നടക്ക് നിങ്ങൾ ചില നോക്കി, ചിലതിനെ കരമുയർത്തി നിങ്ങൾ പ്രഖ്യാപനങ്ങൾ നടത്തുക. സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. പൊട്ടിക്കിളിർപ്പുകൾ ഇല്ലാതെ സ്തോത്രം. ഞാൻ ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളെ ഒരു ദൂതിലേക്ക് കണക്ട് ചെയ്യുക. സ്തോത്രം. പൊട്ടിക്കിളിർപ്പുകൾ ഇല്ലാതെ വെട്ടിയിട്ടിരിക്കുന്ന ആത്മാവ് ഞാൻ ഒരു ദൂത് കൈമാറാം. വെട്ടിയിട്ടിരിക്കുന്ന ചില മേഖലകളെ നോക്കി ഈ പകൽക്കാലം ആത്മാവ് ദൂത് കൈമാറുന്നു. ഒരു വൃക്ഷമായി അതിൻ്റെ ഒരു പ്രത്യാശയുണ്ട്. വെട്ടിയാലും പിന്നെയും വെള്ളത്തിന്റെ ഗന്ധം തട്ടുമ്പോൾ അത് പൊട്ടിക്കിളിർക്കുന്നത് പോലെ ഈ പകൽക്കാലം ആത്മാവിന്റെ ഒരു ദൂത് നിങ്ങളോട് കൈമാറുക. ഇന്ന് പകൽക്കാലം നിന്റെ അസാധ്യതകളുടെ മേൽ വെട്ടിയിട
വാഴ്ത്തപ്പെട്ട മേഖലയുടെ മേൽ ഈ 2026 ഈ ജനുവരി മാസം മുതൽ അതിന്റെ മേൽ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലറിഷിംഗ് സംഭവിക്കാൻ പോവുകയാണ്. പൊട്ടിക്കിളർപ്പ് സംഭവിക്കാൻ പോകുക. അത് നിന്റെ തലമുറയുടെ മേൽ, ഹല്ലേലൂയ, അവരുടെ ഡെസ്റ്റിനേഷന്റെ മേൽ, യെസ്, അവരുടെ ഡെസ്റ്റിനികൾ മാറാൻ പോകുന്നു. ചിലരുടെ ഡെസ്റ്റിനികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് തിരിപ്പിക്കാൻ പോകുന്നു. വിശ്വസിക്കാൻ കഴിയുന്നവർ ആത്മാവിൽ വിശ്വസിച്ചോണ്ടെന്ന് പ്രാർത്ഥിച്ചോ എന്നോടുകൂടെ. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ഡെസ്റ്റിനികളെ ദൈവം തിരിപ്പിക്കാൻ പോകുന്നു. ലേഖനമനസ്സിയ നെഗതിയാനകത്തി പ്രൗഢകനാദികൾ കെട്ടിയ റമാനകത്തി പ്രൗഢകനാശുഡിയാനകൾ കെട്ടിയ നെഗസ്തിയ റേകൾ കെട്ടി പ്രൗഢകനാസിയാനകൾ കെട്ടിയ. ഇന്ന് പകൽക്കാലം പ്രൊഫറ്റിക്കലി വിളിച്ചു പറയാൻ പറ്റുമെങ്കിൽ ചിലത് നീ വിളിച്ചു പറ. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ നീ പരക്കാൻ പോകുക എന്ന് പറ. ഹല്ലേലൂയ. തല ഉയർത്തി ചില വാഗ്ദത്തങ്ങളെ ഒന്ന് നോക്കിക്കേ, സ്തോത്രം, ഒന്ന് കണ്ടേ, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തല ഉയർത്തി ചില വാഗ്ദത്തങ്ങളെ നോക്ക്, ഒന്ന് കാണ്, തലകുനിഞ്ഞിരിക്കാതെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ തലയെ ഉയർത്താൻ പോകും കേട്ടോ, സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽ എനിക്കറിയത്തില്ല, ഭയങ്കരമായിട്ട് പരിശുദ്ധമ്മ പറയുന്നു. ഹല്ലേലൂയ. ഈ ഹന്ന ആലയത്തിലേക്ക് വന്നപ്പോഴുണ്ടല്ലോ, ആലയത്തിനകത്തിൽ അവൾ അഡ്വാൻസ് ആയിട്ട് ഒരു 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 ഭയങ്കര പ്രൊഫറ്റിക്കൽ ഡിക്ലറേഷൻ നടത്തി. സ്തോത്രം. എന്തോന്നറിയാം, നീ എനിക്കൊരു തലമുറയെ തന്ന ഈ തലമുറ ഈ ആലയത്തിനകത്ത് ഞാൻ കൊണ്ടുവന്ന് തരുമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ, സ്തോത്രം, നടത്തിയ ആ പ്രഖ്യാപനത്തിനകത്തിൽ നിങ്ങൾ അറിയാത്ത ഒത്തിരി രഹസ്യങ്ങൾ അതിനകത്ത് കിടപ്പുണ്ടായിരുന്നു. എന്തോന്നറിയാവോ? ഹല്ലേലൂയ. ഈ ആലയത്തിൽ കൊണ്ടു തരുമെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിനങ്ങ് ഇഷ്ടപ്പെട്ട ആ പ്രൊഫറ്റിക്കൽ ആക്ഷൻ കേട്ടോ. ഹല്ലേലൂയ. ദൈവത്തിനങ്ങ് ഇഷ്ടപ്പെട്ട പ്രൊഫറ്റ്. ഇന്ന് പകലിൽ എന്നോട് പരിശുദ്ധ പറയുന്നു, നിങ്ങൾ തലകുനിച്ചിരിക്കാതെ വെല്ലോനും എടുത്തോണ്ട് പോയെന്നും പറഞ്ഞുകൊണ്ട് ലോത്ത് നീരോട്ടമെല്ലാം കൊണ്ടുപോയി. ഹല്ലേലൂയ. ഇനി എന്തോ തലയുയർത്ത്, നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. തലയുയർത്തി നോക്ക്. 2026 ലോത്തിന് പിടിക്കാൻ പറ്റാത്ത ദൈവം നിനക്ക് തരാൻ പോകുക. സ്തോത്രം. ഞാൻ ഈ 2026 ഇന്ന് ശുശ്രൂഷിക്കുമ്പോൾ ലോത്ത് നേടിയെടുത്ത മുഴുവൻ സ്ഥലവും ദൈവം കത്തിച്ച് ദൂരെ കളഞ്ഞു കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. സോദോം ഗോമോറ വരെ അവൻ കൂടാരം അടിച്ചു, മൊത്തം ദൈവം കത്തിച്ച് നശിപ്പിച്ച് ദൂരെ കളഞ്ഞു. പക്ഷേ അബ്രഹാം വേണമായിരുന്നു അവനെ വിടുവിക്കാൻ തക്കവണ്ണം. ഇന്ന് പകൽക്കാലം ആർക്കും ലഭിക്കാത്ത സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ദൈവത്തിന്റെ പെർമനന്റ് ആയിട്ടുള്ള ചില അവകാശങ്ങളെ ദൈവം നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഇന്ന് ഈ പ്രഭാതത്തിൽ മാറ്റിയിടാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ റീഖാമന ഷുഡിയാനഗൽസിയ ലേഖ്രാമനസിയ രഗഷുഡിയാനഗസ്തിയ. എന്റെ കൂടെ ചേർന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ തലയുയർത്തി ഒന്ന് പ്രാർത്ഥിക്കുക. ചിലതിനെ ആത്മകണ്ണിൽ കണ്ടോണ്ടൊന്ന് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, സ്തോത്രം. ഉറാമന സിയ രഗഷുഡിയാനഗൽ കെട്ടിയ. തലയുയർത്തി നോക്ക്. ദൈവാത്മാവ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അബ്രഹാമേ നീ തലയുയർത്തി നോക്ക്, തലയുയർത്തി നോക്ക്. ഈ പകൽക്കാലം ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറുന്നു. നിനക്ക് തലയുയർത്തുവാൻ കഴിയാത്തവണ്ണം നിന്റെ ചുമലിന് മേൽ ശത്രു വെച്ചിരിക്കുന്ന ചില ഭാരങ്ങളെ ഈ പകല് സ്വർഗമെടുത്ത് മാറ്റിയിട്ട് നിന്റെ തലയെ ദൈവം കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തുന്ന ഒരു സീസൺ ഈ പ്രഭാതത്തിൽ ദൈവം ചിലരുടെ മേൽ തുറക്കുന്നു. ദൈവം നിങ്ങളുമായിട്ട് ചില ഉടമ്പടികൾ ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം ചില ഉടമ്പടികൾ ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവിനോട് പറയുന്നു, ഭയങ്കരമായ ചില പൊട്ടിക്കിളിർപ്പുകൾ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ചിലത് അവകാശമാക്കി 2026 എടുക്കാൻ പോവാ. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. 2026 നിങ്ങൾ ചില അവകാശങ്ങൾ എടുക്കാൻ പോവാ. അവകാശങ്ങൾ എടുക്കാൻ പോകുക. റാമനസിയ രഗഷുഡിയ നഗസ്തിയ ലാഖ റാമനസ്തിയ രഗൽ കെട്ടിയ റാമനസിയ രഗൽ കെട്ടിയ ബീനസിസ്ട്രേ. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവിനോട് ശക്തമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചപ്പോഴും വീണ്ടും ഞാൻ എന്നോട് കർത്താവ് പറയുന്നു, 2026 നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ചില ലാൻഡുകളെ കണ്ടോ, ചില ലാൻഡുകൾ അവകാശമായി എടുക്കാൻ പോകുക. സ്തോത്രം. ഹല്ലേലൂയ. ലാൻഡുകൾ അവകാശമായി എടുക്കാൻ പോകുക. സ്തോത്രം. ചില ലാൻഡുകളെ കണ്ടുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോ. ചില ലാൻഡുകളെ 2026 ദൈവം അവകാശമായി നിങ്ങളുടെ കരങ്ങളിലേക്ക് തരാൻ പോകുക. യേശുവിന്റെ നാമത്തെ റാമന സിയ രഗക്ഷുടിയ. സ്തോത്രം. ദൈവം നിങ്ങളുടെ അവകാശമായി നിൽക്കാൻ പോകുക. സ്തോത്രം. ദൈവം നിങ്ങളുടെ അവകാശമായി നിൽക്കാൻ പോകുക. സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ചിലത് ദൈവം നിങ്ങൾക്ക് വേണ്ടി, സ്തോത്രം, പ്രൊവിഷൻസിനെ ദൈവം തുറക്കാൻ പോകുക. സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊവിഷൻസിനെ ദൈവം തുറക്കാൻ പോകുക.
ദൈവം തുറക്കാൻ പോകുക, ദൈവം തുറക്കാൻ പോകുക. ഞാൻ ആ ദൂതിനെ അങ്ങനെ നിന്ന് പറയുമ്പോൾ തന്നെ പരിശുദ്ധമായിട്ട് പറയുന്നു, ആ ആണ്ടിൽ ഇസഹാക്ക് വിതച്ചു. സ്തോത്രം. ഇസഹാക്ക് വിതച്ചു. ഇസഹാക്കിന് ദൈവം കൊടുത്തത് എല്ലാവരും ക്ഷാമം എന്ന് പറയുമ്പോൾ ഇസഹാക്ക് ഒരു പ്രൊഫറ്റിക്കലി വിതയാ ചെയ്തത് കേട്ടോ. ഇസഹാക്ക് ഒരു പ്രൊഫറ്റിക്കലി വിതയാ ചെയ്തത്. ആ വിതച്ച വിതയ്ക്കകത്തില് രാജാക്കന്മാർക്ക് എടുക്കാൻ പറ്റാത്ത കൊയ്ത്ത് ഇസഹാക്കിന് ദൈവം കൊടുത്തു. 100 മേനി കൊയ്ത്ത്, 100 മേനി കൊയ്ത്ത്. ഇന്ന് പകൽക്കാലം ദൈവാത്മ പറയുന്നു, സ്തോത്രം, ചില ഹല്ലേലൂയ സ്തോത്രം, കൊയ്ത്തുകളുടെ സീസൺ, കൊയ്ത്തുകളുടെ സീസൺ, കൊയ്ത്തുകളുടെ സീസൺ, കൊയ്ത്തുകളുടെ യെസ് ഷാബാന റാബാല ക്രാബാനാദി ഖനാസിയ രഗക്ഷുടിയ നഗൽ കെട്ടിയ റോബാനാസിയ രഗൽ കെട്ട് റാമനസ്തിയ രഗക്ഷുടിയ ദേഖരപടവൻ റബൽപൊട്ട് ഗനാസിയ രഗൽ കെട്ടിയ. സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. അടുത്തൊരു ദൂത് കണക്റ്റഡ് ആയി വരുന്നത് നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, അബ്രഹാം ഒന്ന് ക്ഷീണിക്കുക. സ്തോത്രം, അബ്രഹാം ഒന്ന് ക്ഷീണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാല് സ്തോത്രം, അബ്രഹാം സ്തോത്രം തന്റെ കൂടാരത്തിൽ ഇരുന്നിട്ട് സ്തോത്രം, ഹല്ലേലൂയ, തന്റെ കൂടാരത്തിലെ തന്റെ ദാസനുണ്ട്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം, തന്റെ ബാല്യക്കാരൻ, ഹല്ലേലൂയ സ്തോത്രം, എലയാസർ. സ്തോത്രം, ഈ എലയാസർ കൂടാരത്തിൽ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ അബ്രഹാം ഹല്ലേലൂയ ദൈവം വന്ന് പ്രത്യക്ഷപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ, എനിക്ക് മക്കളില്ല, അതുകൊണ്ട് എൻ്റെ അവകാശി ഈ ദമ്മശക്കുകാരനായ എലയാസർ ആകുമെന്ന് ഇവൻ അങ്ങ് ഡിക്ലറേഷൻ നടത്തുക. അബ്രഹാം ഒരു ഡിക്ലറേഷൻ അങ്ങ് നടത്തുക. സ്തോത്രം. ഇന്ന് പകൽക്കാലം സാഹചര്യം നോക്കി ആരെങ്കിലും ഡിക്ലറേഷൻ നടത്തിയിട്ടുണ്ട്. ദൈവം ആ ഡിക്ലറേഷനുകൾ ഇന്ന് പകൽക്കാലം പൊട്ടിക്കാൻ പോവാം ദൈവം. സ്തോത്രം. ഇന്നലകളിൽ നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ സ്റ്റിൽ ആ ദൈവം നിവർത്തീകരിക്കാൻ സർവശക്തനാണ്. 2026 പ്രഭാതത്തിൽ ഞാൻ ഈ ദൂതനെ നിങ്ങളുമായിട്ട് കൈമാറ്റം ചെയ്യുമ്പോൾ ദൈവം പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ, നോ, നിന്റെ കൂടാരത്തിന്റെ ഇട്ടാവട്ടത്തിനകത്തിൽ ഇരുന്ന് സ്തോത്രം, നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് വേർഡുകളല്ല സംഭവിക്കാൻ പോകുന്നത്. സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. ഞാൻ നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളാ. ഹല്ലേലൂയ സ്തോത്രം. യെസ്, റോക്കോ മന ഷുഡി ഹംദല ജഗക്ഷുടി ആനകൾ കെട്ടിയ സ്തോത്രം, റാമന സിയാരകൾ കെട്ടി റീമനിയ റബഷുഡിയ റോസി ഹൽ കെട്ടിയ. സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. ബിനസിസ്റ്ററെ വിശ്വസിച്ചോ, അകത്തളങ്ങളിൽ, കൂടാരത്തിന്റെ അകത്തളങ്ങളിൽ ഇരുന്ന് നോക്കുമ്പോൾ പലതും ഹല്ലേലൂയ സ്തോത്രം പ്രതീക്ഷിക്കാൻ പോലും കഴിയാത്ത മേഖലകളാ. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൂത് കൈമാറുന്നു, നീ വിശ്വസിച്ചുകൊണ്ട് കൂടാരത്തിന്റെ പുറത്തേക്ക് ഇറക്കി നോക്കിക്കോ, ചില അവകാശമായി ദൈവം തരാൻ പോകും. നിങ്ങൾ ചില പ്രൊഫറ്റിക്കൽ ഡിക്ലറേഷൻ ഈ 2026 നടത്തിക്കോണം. ദൈവം ചിലത് അവകാശമാക്കി തരാൻ പോകുക കേട്ടോ, അവകാശമാക്കി തരാൻ പോകുക. നിങ്ങൾ ഹല്ലേലൂയ അവകാശമാക്കി ചിലത് എടുക്കാൻ പോകുക കേട്ടോ. കർത്താവിനോട് ശക്തമായിട്ട് ചില ലാൻഡുകളെ അവകാശമാക്കി ദൈവം തരാൻ പോകുക. മിനിസ്ട്രിക്കകത്ത് ചില വലിയ വിശാലതകളെ ദൈവം തരാൻ പോകുക. ഹല്ലേലൂയ, നിങ്ങളുടെ കഴിവല്ല, മിടുക്കല്ല, ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ആ കൃപ വ്യാപരിക്കാൻ പോകുക. അജയ് ബ്രദറെ വിശ്വസിച്ചോ, സൂപ്പർ നാച്ചുറലിന്റെ കൃപ, ഹല്ലേലൂയ സ്തോത്രം. ആത്മാവിൽ ഹല്ലേലൂയ ചില മേഖലകളിൽ ഇറങ്ങി നിന്നു, ആത്മാവിൽ ചില മേഖലയിൽ ഇറങ്ങി നടന്നു. ഹല്ലേലൂയ, ദൈവം ചിലത് ചെയ്യാൻ ആത്മാവിൽ ഇറങ്ങി നടന്നോളാൻ. ഹല്ലേലൂയ, അജയ് ബ്രദറെ ദൈവം ശക്തമായിട്ടിടുന്ന ആത്മാവിൽ ഇറങ്ങി നടക്ക്, ആത്മാവിൽ ഇറങ്ങി നടക്ക്. ഹല്ലേലൂയ, ചിലത് ദൈവം അവകാശമായിട്ട് തരാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്ക് ചില അവകാശങ്ങളെ ദൈവം ഹല്ലേലൂയ വേർപിടിപ്പിച്ചു തരാൻ പോകുന്നു. ചില അവകാശങ്ങളെ മാറ്റിയിടാൻ പോകുന്നു. സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം. മറ്റു പലരും കണ്ടിട്ടില്ലാത്ത ചില അവകാശങ്ങൾ കേട്ടോ, മറ്റു പലരും. യെസ് സ്തോത്രം. ഈ നെഹമ്യാവ് സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങളോടുള്ള ഒരു ദൂത കേട്ടോ. നെഹമ്യാവ് സ്തോത്രം, ഈ ഇടിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ യെരുശലേമിന്റെ മതിലുകളെ, തീ വെച്ച് നശിപ്പിച്ചിരിക്കുന്ന യെരുശലേമിന്റെ മതിലുകളെയൊക്കെ കണ്ടിട്ട് ഒത്തിരി വേദന തോന്നിയിട്ടാ താന് മതില് പണിയാൻ ഇറങ്ങി തിരിച്ചത്. പക്ഷെ മതില് പണിയാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇത് പണിയിപ്പിക്കത്തില്ല, ഇത് സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് ചില സൻബല്ലത്ത് തോബിയാവുമാർ എഴുന്നേറ്റ് കേട്ടോ. സ്തോത്രം. നിങ്ങൾ സ്തോത്രം മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾ ചില സ്റ്റെപ്പുകൾ എടുത്ത് വെച്ച് മുൻപോട്ട് വന്നിരിക്കുന്നത് ചില ഇടിഞ്ഞു കിടക്കുന്ന മതിലുകളെ കണ്ടിട്ടും തീ വെച്ച് നശിപ്പിച്ചിരിക്കുന്ന ചില അവസ്ഥകളെ കണ്ടിട്ട് ദൈവമേ, ഇതിനകത്തിലൊരു യഥാസ്ഥാപനം, ഇതിനകത്തിലൊരു പുനഃസ്ഥാപനം ചിലത് വേണമല്ലോ എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ചില നാളുകളായി കരയുക
കരയുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ഹല്ലേലൂയ ദൈവത്തിന് ചില അനുകൂലതകൾ ചില മേഖലകളിൽ ഹല്ലേലൂയ വെളിപ്പെട്ടു വന്നപ്പോൾ ഹല്ലേലൂയ അതിനുവേണ്ടി ചില പണിക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ ചില സൻബലത്ത് തോബിയാവുമാർ പറയുന്നു അല്ലെ ഇത് പൊളിക്കുമെന്ന്. പക്ഷെ ദൈവാത്മാ പറയുന്നു ഹല്ലേലൂയ സ്തോത്രം, നോ നോ, ഒരു സൻബല്ലത്തിനും തോബിയാവിനും പൊളിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ 2026 മതിൽ പണി പൂർത്തീകരിക്കപ്പെടും കേട്ടോ. ചിലത് പൂർത്തീകരിക്കപ്പെടും. അവന്റെ ദാസന്മാരെ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചത് യേശുവിന്റെ നാമത്തിൽ. ഈ പ്രൊഫറ്റിക്കൽ ഡിക്ലറേഷൻ നിങ്ങൾ വിശ്വസിച്ചോ? ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ചില ദിവസങ്ങൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് ചില പണികളെ ദൈവം പൂർത്തീകരിപ്പിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് എന്നോട് ചേർന്ന് വിശ്വസിച്ച് ആമേൻ പറയാൻ പറ്റുമെങ്കിൽ ആമേൻ പറഞ്ഞു. ഹല്ലേലൂയ. ഇതൊരു ദൈവ ശബ്ദമായി നിങ്ങൾ സ്വീകരിച്ചോ? അത് നിങ്ങളുടെ ലൈഫിനകത്തിൽ അത്ഭുതങ്ങളെ കൊണ്ടുവരാൻ പോകുന്നു. യെസ്, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ നന്ദി. അടുത്തത് അബ്രഹാം പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. അബ്രഹാം പറയുന്നത്, ഞാൻ ഇന്ന് മൊത്തം ഈ പ്രൊഫറ്റിക്കലാ പറയുന്നത് കേട്ടോ. പ്രൊഫറ്റിക്കലാ പറയുന്നത്. എന്തിനാ ഈ പ്രൊഫറ്റിക്കൽ എന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൊഫറ്റിക്കലി നിങ്ങൾ ചെയ്യണം. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ സ്തോത്രം. ഇതിനെ വെട്ടാൻ ഒരുത്തനെ കൊണ്ട് പറ്റത്തില്ല. കാര്യം ഞാൻ ബൈബിളിൽ നിന്ന് കണക്ട് ചെയ്താ ഇത് പറയുന്നത്. ദൈവം പറയുന്ന സാധനമാണ് വിത്ത് എവിഡൻസ്. ബൈബിളിന്റെ എവിഡൻസ് എന്നാ പറയുന്നത്. അത് ദൈവം ഇന്ന് അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണത്തക്ക നിലവാരത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ചെറിയ ഭൂമിക്കകത്തിൽ എസ്റ്റാബ്ലിഷ് ദൈവം ചെയ്തത്. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ കൺമുൻപിൽ ദൈവം വരച്ചിട്ടിരിക്കുക. ഒരു കൊച്ചു മനുഷ്യനോട് ദൈവം പറഞ്ഞത് അവൻ പ്രൊഫറ്റിക്കലി ചെയ്തത് ഇന്നവന്റെ തലമുറയായി സ്തോത്രം എടുത്തോണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇന്ന് പകൽക്കാലം പിടികിട്ടുന്നുണ്ടോ? സ്തോത്രം. എങ്കിൽ ഈ 2026 ഈ തുടക്കത്തിൽ ഞങ്ങൾ പ്രൊഫറ്റിക്കലി ചിലത് ചെയ്തോണം. ആ പ്രൊഫറ്റിക്കലി ചെയ്യുന്നത് നിങ്ങൾ എടുക്കാൻ പോവുക. ഹല്ലേലൂയ സ്തോത്രം. പ്രൊഫറ്റിക്കലി ചെയ്യുന്നത് നിങ്ങൾ എടുക്കാൻ പോവുക. നിങ്ങൾ എടുക്കാൻ പോവുക. 2025 നിങ്ങൾ പ്രൊഫറ്റിക്കലി ചെയ്യുന്നത് നിങ്ങൾ എടുക്കാൻ പോവുക. ഹല്ലേലൂയ സ്തോത്രം. അടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചോ. വലിയ സ്വപ്നം കാണാൻ നമ്മളെ പഠിപ്പിച്ചതാരാ? ദൈവമാ. ചിലെണ്ണം വന്നിട്ട് സ്തോത്രം, ഞാൻ എന്തിനാണെന്നറിയോ? നിങ്ങൾ വചനത്തിൽ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ വചനത്തിലോട്ട് നോക്കിക്കേ. നിങ്ങളുടെ കണ്ണൊന്ന് തുറക്കട്ടെ. ഇന്ന് കണ്ണൊന്ന് തുറക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം. സ്തോത്രം. നിങ്ങളുടെ ഇടയിൽ എവിടുന്ന് ആയിക്കോട്ടെ സ്തോത്രം, ആരെങ്കിലും വന്നിട്ട് ഈ സ്തോത്രം ഈ വലിയതിനെ മുഴുവൻ കട്ട് ചെയ്തിട്ട് സ്തോത്രം, ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞതുപോലെ കൊച്ചു ചില സാധനം അവരുടെ പേഴ്സണൽ, ഞാൻ ഇവരെയൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇവരെയൊക്കെ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. പാവപ്പെട്ട വിശ്വാസികളെ പറ്റിക്കുന്ന കുറെ എണ്ണമുണ്ട്. സ്തോത്രം. അവരുടെ ലൈഫിൽ അവരുടെ ജീവിതത്തിന് ഏതെങ്കിലും കൈയിരിപ്പ് കൊണ്ട് അവർ ലൈഫിൽ പറ്റിപ്പോയ ഒത്തിരി സംഭവങ്ങൾ കൊണ്ട് വന്നിട്ട് സ്തോത്രം ഇതാണ് കർത്താവ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ഇങ്ങനെ ക്രിസ്തുവിനെ അവതരിപ്പിക്കും. സ്തോത്രം. അത് നമ്മളും വിശ്വസിച്ച് ആമേൻ പറയുമ്പോൾ നമ്മുടെ ലൈഫിനകത്ത് ഉള്ള ആവശ്യമില്ലാത്ത മൊത്തം സാധനം കേട്ടി നമ്മൾ ഇങ്ങനെ ഇരിക്കുക. നമ്മുടെ ലൈഫ് വിശാലപ്പെടുന്നില്ല. പക്ഷെ നിങ്ങൾ ഇവിടെ അബ്രഹാമിനെ നോക്കിക്കേ. അബ്രഹാം തന്റെ സാഹചര്യം നോക്കിയിട്ട് സ്തോത്രം, എനിക്ക് ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ എനിക്ക് അറിയത്തില്ല. നിങ്ങൾ ബൈബിളിൽ നോക്കിയിട്ട് നിങ്ങളുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിക്കേ. അബ്രഹാം തന്റെ സാഹചര്യം തന്റെ കൂടാരത്തിനകത്ത് നോക്കിയിട്ട് പറയുകയാണ്, എലയാസർ എന്റെ അവകാശി. പക്ഷെ ദൈവം അവനെ വെളിയിലോട്ട് വലിച്ചിറക്കിയിട്ട് പറയുക, അബ്രഹാം ഇതല്ല നിന്നോട് ഞാൻ പറഞ്ഞ വാഗ്ദത്തം, ഇതല്ല നിന്നോട് ഞാൻ പറഞ്ഞ ദൂത്. നീ ആകാശത്തിലേക്ക് നോക്ക്. ഹല്ലേലൂയ സ്തോത്രം. ഈ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണാൻ കഴിയും അബ്രഹാമേ. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. എങ്കിൽ എണ്ണിക്കോ, ഇതുപോലെ ഞാൻ തലമുറകളെ നിനക്ക് തരാം. ആരാ പറയുന്നത്? നക്ഷത്രങ്ങളുടെ എണ്ണം എടുക്കുന്ന ദൈവം, നക്ഷത്രങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്നവൻ അബ്രഹാമിനോട് പറയാ, എണ്ണാൻ പറ്റുമെങ്കിൽ എണ്ണിക്കൂ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിനെ ആ ലെവലിൽ പിടിക്കാൻ പറ്റുന്ന നിങ്ങളുടെ ഗതികേടെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. വേറൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ അതും പിടിച്ചുകൊണ്ടിരുന്നോണം. പക്ഷേ ഹല്ലേലൂയ നക്ഷത്രങ്ങളെ എണ്ണാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ദൈവത്തെക്കാൾ വലുത് നിങ്ങൾക്ക് ഏതെങ്കിലും പാസ്റ്റർമാരാണെങ്കിൽ പിടിച്ചോണ്ടിരുന്നോ. അവനും നിങ്ങളുമായിട്ട് നിങ്ങളുടെ കാര്യം തീർത്തോ. കർത്താവിനും എനിക്കും അതിനകത്ത് ഒരു ബന്ധമില്ല. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവവചനത്തെ അടിസ്ഥാനമാക്കിയ നിങ്ങളോട് പറയുന്നത്, ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. ഇതിൽ കൂടുതൽ ആരാ നിങ്ങളോട് സംസാരിക്കേണ്ടത്? ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നോക്കടാ അബ്രഹാമേ, നോക്ക്. സ്തോത്രം. നോക്ക്. സ്തോത്രം. ഇതേപോലെ ഞാൻ തരുമെന്ന് അവിടെ ഒരു പദം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത പ്രൊഫറ്റിക്കലാണ് ഞാൻ പറയുന്നത്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിക്കായി കണക്കിട്ടു.
കണക്ട് ചെയ്യാം. അടുത്തത് കണക്ട് ചെയ്യാം. കേട്ടോ, വിശ്വസിക്കാൻ പറ്റുന്നവർ വിശ്വസിച്ച് ഏറ്റെടുത്തോ. സ്തോത്രം. അബ്രഹാമിനെ കാണിച്ചു കൊടുത്തത്, അബ്രഹാം വിശ്വസിച്ചപ്പോൾ എവിടെ വിശ്വസിച്ചു? സാധ്യതകളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ. എന്റെ ശൈല സിസ്റ്ററെ, പൊട്ടിക്കിളിർക്കാൻ സാധ്യതയില്ല, വളരാൻ സാധ്യതയില്ല, ഭാര്യ മച്ചി, സ്തോത്രം, പ്രായം ചെന്നു, സാധ്യതകളൊന്നുമില്ല. പക്ഷേ അബ്രഹാം, സ്തോത്രം, തല ഉയർത്തി ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിലേക്ക് നോക്കിയിട്ട് പ്രൊഫറ്റിക്കലി തന്റെ കൂടാരത്തിന് ഡിക്ലറേഷൻ നടത്തി. ഒന്നുകൂടെ പറഞ്ഞാൽ ആമേൻ പറഞ്ഞു, ഒന്നുകൂടെ പറഞ്ഞാൽ സ്തോത്രം ചെയ്തു. അതിനെ നോക്കിയിട്ട് അവനത് വിശ്വസിച്ചപ്പോൾ തിരുവചനം പറയുന്നു, ദൈവം അത് തനിക്ക് നീതിക്കായി കണക്കിട്ടു. എങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളോടുള്ള ബന്ധത്തിൽ ഞാൻ ഈ ദൂതിനെ കണക്ട് ചെയ്യാം. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വിശ്വസിച്ചിട്ടൊന്നു നിങ്ങളുടെ ലൈഫിനെ നോക്കിയിട്ടൊന്ന് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ, സ്തോത്രം. എന്റെ ലൈഫിനകത്തിൽ ഇതേപോലെ ചില വിശാലതകൾ ദൈവം തരാൻ പോകുന്നു. നിങ്ങൾ അത് പറയുമ്പോൾ, നിങ്ങൾ ആ ഡിക്ലറേഷൻ നടത്തുമ്പോൾ, ദൈവം അത് നീതിക്കായി നിങ്ങൾക്ക് കണക്കിടും. നിങ്ങളുടെ ലൈഫിനകത്തിൽ അബ്രഹാമിനെ വിചാരിച്ചു മാത്രമല്ല അത് പറഞ്ഞത്, നമ്മെ കൂടി വിചാരിച്ചാണ് അത് പറഞ്ഞത്. ഇന്ന് പകൽക്കാലം അബ്രഹാമിന്റെ മുഴുവൻ അനുഗ്രഹങ്ങളും ക്രിസ്തു യേശുവിൽ ജാതികളായി നമ്മളിൽ കണക്ട് ചെയ്ത് കിടക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ ചിലതിനെ വിശ്വസിച്ചുകൊണ്ട് പ്രൊഫറ്റിക്കൽ ഡിക്ലറേഷൻ നടത്തുമ്പോൾ ദൈവം അത് നിങ്ങളുടെ കൂടാരത്തിൽ നീതിക്കായി ചെയ്തു തരാൻ പോകുന്നു. ശബ്ദനാദികൾ കെട്ടി, പ്രവിടഗതി ആനകൾ കെട്ടിയ, ഓ സ്തോത്രം, ചില കൂടാരങ്ങളുടെ കുറ്റികളെ വിശാലമാക്കിക്കോ. ഇന്ന് പകൽ ദൈവം പറയുന്നു, നിന്റെ കൂടാരത്തിന്റെ കുറ്റികളെ നീ ഇന്ന് പകൽ ഊരി, സ്തോത്രം, ഊരി ഇന്ന് പകൽക്കാലം വിശാലമാക്ക്, വിശാലമാക്ക്, ഊരി ഇന്ന് പകൽക്കാലം. ഓ സ്തോത്രം, ഇന്ന് പകൽക്കാലം നിങ്ങൾ അടിച്ചു വെച്ചിരിക്കുന്ന നിങ്ങളുടെ കൂടാരത്തിന്റെ കുറ്റികൾ, സ്തോത്രം, ഹല്ലേലൂയ, പ്രസവിക്കാത്ത മച്ചിയെ, ഹല്ലേലൂയ, ഘോഷിച്ചുല്ലസിക്കുക. സ്തോത്രം. ഇന്ന് പകൽക്കാലം ചില കൂടാരത്തിന്റെ കുറ്റികളെ ആരൊക്കെയോ നിന്നോട് പറഞ്ഞ് അടുപ്പിച്ച് വെച്ചിരിക്കുന്ന നിന്റെ കൂടാരത്തിന്റെ കുറ്റികളുടെ കുറ്റിയെ നീ ഇന്ന് പകൽക്കാലം വലിച്ചൂര്, ഹല്ലേലൂയ, എന്നിട്ടത് വിശാലതയിലേക്ക് അടിക്കുക. സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ. അതിനകത്തിൽ, ഹല്ലേലൂയ, സ്തോത്രം, നീ പൊട്ടി ആർക്കത്തക്ക നിലവാരത്തിൽ, നീ ഘോഷിച്ചുല്ലസിക്കത്തക്ക നിലവാരത്തിൽ ചില ദൈവ പ്രവർത്തികൾ നിന്റെ കൂടാരത്തിനകത്തിൽ സംഭവിക്കാൻ പോകുന്നത് ആത്മാവിൽ നിന്ന് പകൽക്കാലം ദൂത് കൈമാറുക. നിന്റെ തലമുറകളെ നോക്കി നീ പ്രഖ്യാപിക്കുക, നിന്റെ കുടുംബത്തെ നോക്കി നീ പ്രഖ്യാപിക്കുക, നിന്റെ മിനിസ്ട്രിയെ നീ നോക്കി നീ പ്രഖ്യാപിക്കുക. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു, പിന്മാറുന്നുവെങ്കിലോ എനിക്ക് അവനോട് പ്രസാദമില്ല. ഈ പകൽ യേശുവിന്റെ നാമത്തിൽ ചില പ്രൊഫറ്റിക്കൽ ഡിക്ലറേഷൻ നടത്തും. യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ, സ്തോത്രം, 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 യേശുവിന്റെ നാമത്തിൽ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത പ്രൊഫറ്റിക്കൽ ഡിക്ലറേഷൻ എന്തോന്നറിയോ ദൈവം ചെയ്ത് അബ്രഹാമിനോടുള്ള ബന്ധത്തില്? അബ്രഹാമിന്റെ സാറയുടെയും പേരിനെ ദൈവം മാറ്റിക്കൊടുത്തു. ഹല്ലേലൂയ. ഒന്നാമത്തെ പ്രൊഫറ്റിക്കൽ ഡിക്ലറേഷൻ അബ്രഹാമിനോട് പറഞ്ഞ്, നീ തലപൊക്കി നോക്കിയിട്ട് നടക്കണം. ഞാൻ ഈ ദൂതുകൾ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, സ്തോത്രം, നിങ്ങളുടെ തലമുറയ്ക്ക് എന്താണോ വേണ്ടത്, ഏറ്റവും ഉയർന്നത് നിങ്ങൾ പിടിച്ചോണം. പിടിച്ചിട്ട് അതിൻ്റെ പ്രൊഫറ്റിക്കൽ ഡിക്ലറേഷൻ ഇന്ന് പകൽക്കാലം നിങ്ങൾ ചെയ്തോണം. ആ പ്രൊഫറ്റിക്കൽ ഡിക്ലറേഷനകത്ത് നിങ്ങളുടെ ലൈഫിനകത്ത് ദൈവം നിങ്ങൾക്കത് നീതിക്കായി കണക്കിട്ട് നിങ്ങൾ ചെയ്തത്. സ്തോത്രം. നിങ്ങൾ ആരെ വിശ്വസിച്ചോണ്ടാണ് ചെയ്യുന്നതെന്നറിയോ? സാംബാസിനെ വിശ്വസിച്ചോണ്ടല്ല. സ്തോത്രം. അല്ലെ, ഞാൻ നിങ്ങളുടെ ഡെസ്റ്റിനി ഹെൽപ്പർ മാത്രമാണ്, നിങ്ങളെ റൈറ്റ് റൂട്ടിലേക്ക് കണക്ട് ചെയ്യുന്ന ആൾ മാത്രമാണ്. സ്തോത്രം. അല്ലെ, നിങ്ങൾ ദൈവത്തെ, ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുന്നത്, വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രൊഫറ്റിക്കൽ ഡിക്ലറേഷനകത്തിൽ നിങ്ങളുടെ ലൈഫിൽ ചിലത് സംഭവിക്കാൻ പോകുക. സ്തോത്രം. ഹല്ലേലൂയ. അബ്രഹാം, സ്തോത്രം, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം വന്നിട്ട് അബ്രഹാമിനോട് പറയാം, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കുക. അപ്പൊ നോക്കിക്കേ, അടുത്ത സംഭവം കണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. എവിടോട്ട് പോയി? സ്തോത്രം, ഫ്ലറിഷ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് ചോദിക്കട്ടെ, അബ്രഹാമിന് കൊച്ചു ജനിച്ചോ? ഇല്ല. ശരീരത്തിനകത്ത് എന്തെങ്കിലും മാറ്റം? ഇല്ല. പക്ഷെ ദൈവത്തിന്റെ പ്രൊഫറ്റിക്കൽ ഡിക്ലറേഷൻസ് കണ്ടോ നിങ്ങൾ? 1, 2, 3. സ്തോത്രം. അവന്റെ പേര് മാറ്റി, ബഹുജാതികൾക്ക് പിതാവ്. വെല്ലം കണ്ടോ? ഇതൊക്കെ ചെയ്തത് ആരാ? അബ്രഹാമേ, നിന്റെ പേരിന് അബ്രഹാം എന്നല്ല, അബ്രഹാം.
ബഹുജാതികൾക്ക് പിതാ. സാറയുടെ പേരിനെ ഞാൻ മാറ്റുക, നിങ്ങളുടെ രണ്ടുപേരുടെയും പേരിനെ ഞാൻ മാറ്റുകയാണ്. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ എഴുതണം കേട്ടോ. ഇന്ന് ഇന്ന് ഈ മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങൾ പ്രൊഫറ്റിക്കൽ ഡിക്ലറേഷൻ നിങ്ങളുടെ വീടിനകത്ത് ചെയ്യണം. അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. അത് ഈ 2026 തീരുന്നതിന് മുമ്പേ നിങ്ങളുടെ കയ്യിലേക്ക് വരാൻ പോവുക, നിങ്ങൾ കൈവശമാക്കി എടുക്കാൻ പോവുക, കൈവശമാക്കി എടുക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ ചിലത് ഹല്ലേലൂയ സ്തോത്രം കൈവശമാക്കി, കൈവശമാക്കി യേശുവിന്റെ നാമത്തിൽ കൈവശമാക്കി എടുക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ കൈവശമാക്കി എടുക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ ഉറാമന ശന്തലാദികൾ കെട്ടിയാനഗസിയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചിലത് കൈവശമാക്കി, ചിലത് കൈവശമാക്കി, ചിലത് കൈവശമാക്കി. ആർക്കും കൈവശമാക്കി എടുക്കാൻ കഴിയാത്ത ചിലതിനെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചിലരുടെ ലൈഫിനകത്ത് ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം കൈവശമാക്കി തരാൻ പോകുന്നു. കൈവശമാക്കി തരാൻ, ചില ഭൂമി കൈവശമാക്കി തരാൻ പോകുന്നു. റാമന ഷുഡിയ ലാഗറമനസിയ. ചില തലമുറയുടെ ഭാവി കൈവശമാക്കി തരാൻ പോകുന്നു. ചില ജോലി മേഖലകൾ കൈവശമാക്കി തരാൻ പോകുന്നു. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളെ ദൈവം ഫ്ലറിഷ് ചെയ്യാൻ പോകുന്നു. ഈ 2026 ഹല്ലേലൂയ ഒരു ഭയങ്കര ഫ്ലറിഷിങ്ങിന്റെ, ഒരു ഭയങ്കര ഫ്ലറിഷിങ്ങിന്റെ ഹല്ലേലൂയ ഒരു പൊട്ടിക്കിളിപ്പിന്റെ സീസണാക്കി ദൈവം മാറ്റാൻ പോകുന്നു. നിന്റെ കൂടാരത്തിനകത്ത് നിന്ന് ഹല്ലേലൂയ സ്തോത്രം ചില ശാപങ്ങളെ ദൈവം എടുത്തു മാറ്റാൻ പോകുന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവം നിന്റെ കൂടാരത്തിനകത്ത് ചില വിശാലതകളെ ദൈവം കൊണ്ടുവരാൻ പോകുന്നു. ഹല്ലേലൂയ. പൊട്ടിക്കിളിർപ്പില്ലെന്ന് പറയുന്നിടത്ത് ദൈവം ഭയങ്കരമായിട്ടുള്ള പൊട്ടിക്കിളിർപ്പുകളെ, ഭയങ്കരമായിട്ടുള്ള വളർച്ചകളെ കൊണ്ടുവരാൻ പോകുന്നു. വളരുമാറാക്കുന്ന ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. വളരുമാറാക്കുന്ന ദൈവം. ഹല്ലേലൂയ. നമ്മൾ ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു പദം എഴുതിയിട്ടുണ്ട്. സ്തോത്രം. നട്ടവനും നനച്ചവനും ഏതുമില്ല, വളരുമാറാക്കുന്ന ദൈവം, വളരുമാറാക്കുന്ന ദൈവം. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽക്കാലം ചിലരെ നോക്കി ആത്മശക്തമായിട്ടുള്ള ഒരു ദൈവശബ്ദം കൈമാറുക. വളരുമാറാക്കുന്ന ദൈവം, വളരുമാറാക്കുന്ന ദൈവം. ഷൈനി സിസ്റ്ററെ വിശ്വസിച്ചോ? ഷൈനി ജോർജ് വിശ്വസിച്ചോ? വളരുമാറാക്കുന്ന ദൈവമുണ്ട്. ഇന്ന് പകൽക്കിടെ എത്ര പേര് വളർച്ചയെ കൊതിക്കുന്നു, എത്ര പേര് വളർച്ചയെ കൊതിക്കുന്നു. വളരുമാറാക്കുന്ന ദൈവം. ഹല്ലേലൂയ. എവിടൊക്കെയോ വളർത്തത്തില്ലെന്ന് പറഞ്ഞ് ശത്രു വെല്ലുവിളിക്കുന്ന ചില മേഖലകളിൽ വളരുമാറാക്കുന്ന ദൈവം, വളരുമാറാക്കുന്ന ദൈവം. ഹല്ലേലൂയ. നീ തളർന്ന് കിടക്കുന്ന മേഖലകളിൽ നിന്നെ വളരുമാറാക്കുന്ന ദൈവം. യെസ്, വളരുമാറാക്കുന്ന ദൈവം. സ്തോത്രം. ഞാൻ ഇനി ഒരു ദൂതൂടെ സമയം കഴിഞ്ഞു, ഒരു 2-3 മിനിറ്റ് കൂടെ ഉള്ളൂ. ഒരു ഒറ്റ ദൂതൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. സ്തോത്രം. ഈ സ്തോത്രം ദൈവം പറഞ്ഞ ദൂതിനകത്ത് തന്നെ അബ്രഹാമിന്റെ ലൈഫിനകത്ത് ദൈവം നിൽക്കുക. പക്ഷേ ഈ സ്തോത്രം ആ കാലഘട്ടത്തിൽ അവരുടെ കഷ്ടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സാറ പോയിട്ട് സ്തോത്രം മിസ്രൈമിയ ദാസിയിൽ കൂടെ അല്ലെങ്കിൽ അബ്രഹാമിന്റെ ഒരു തലമുറയിലേക്ക് പോകുന്നത്. പക്ഷേ ദൈവം ആ തലമുറയൊക്കെ എടുത്തിട്ട് അബ്രഹാം പോയി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അബ്രഹാമേ, നീ പല ഓപ്ഷനുമായിട്ട് എൻ്റെ അടുക്ക് വരും, പക്ഷേ ഞാൻ പറഞ്ഞ വാഗ്ദത്തത്തിൽ ഞാൻ വിശ്വസ്തനാണ്. ഞാൻ നിന്റെ വാഗ്ദത്തം കണക്ട് ചെയ്യുന്നത്, ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ കണക്ട് ചെയ്യുന്നത് വാഗ്ദത്ത സന്തതിയുമായിട്ടായിരിക്കും, വാഗ്ദത്ത സന്തതിയുമായിട്ടായിരിക്കും, എൻ്റെ വാഗ്ദത്വവുമായിട്ടായിരിക്കും, എൻ്റെ വാഗ്ദത്വവുമായിട്ടായിരിക്കും. സ്തോത്രം. എൻ്റെ വാഗ്ദത്വവുമായിട്ടായിരിക്കും. സ്തോത്രം. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കാം. ഞാനൊരു പദം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും കേട്ടോ. ഞാനൊരു പദം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ സ്തോത്രം ഹല്ലേലൂയ നാട്ടിലൊക്കെ കേരളത്തിൽ സ്തോത്രം ചില സ്ഥലങ്ങളിൽ നമ്മുടെ പല വിശ്വാസികളും ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു മേഖല ഏതാ? ചില സ്ഥലങ്ങളിൽ ചില പൈശാചിക ശക്തികളുമായി ബന്ധപ്പെട്ട് സ്തോത്രം ഈ ചില പിള്ളേരൊക്കെ ജനിച്ച് അത് മന്ദബുദ്ധികളൊക്കെ ആണെങ്കിൽ അവർ വിശ്വസിച്ച് വെച്ചിരിക്കുന്ന ആ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നതെന്ന് അവർ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. പിടികിട്ടിയോ? സ്തോത്രം. നിങ്ങൾക്ക് പിടികിട്ടിയോ? സ്തോത്രം. ചില മന്ദബുദ്ധികളായ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിയുമ്പോൾ ആ ദേശത്തിലുള്ള ആൾക്കാർ വിശ്വസിച്ചുകൊണ്ട് വെച്ചിരിക്കുക, അയ്യോ ഞങ്ങളുടെ ദൈവം ഞങ്ങളിൽ പ്രസാദിച്ചത് കൊണ്ട് ഇങ്ങനെ ഒരു സാധനത്തെ ഞങ്ങൾക്ക് തന്നു. ഓ ദൈവത്തിന്റെ ബ്ലെസ്സിങ്. അവർ 2 കൈ നീട്ടി സ്വീകരിച്ച് അവരെ മണ്ടന്മാരാക്കി പിശാച് പറ്റിച്ച് ആ സ്പിരിറ്റ് ഇവന്റെ തലമുറയെ നശിപ്പിച്ചു വെച്ചിരിക്കുക. പക്ഷെ ഇവരിത് സന്തോഷത്തോടെ സ്വീകരിച്ചു കൊണ്ട് നടക്കുക. ഇങ്ങനെ നമ്മുടെ പല ബന്ധക്കോസുകാരും കൊണ്ട് നടക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയപ്പോൾ എനിക്കും പിടികിട്ടിയ ഒരു കാര്യമുണ്ട്. സ്തോത്രം. ദൈവം പറയാത്ത പല കാര്യങ്ങളും സ്തോത്രം നമ്മുടെ ലൈഫിനകത്ത് വന്ന് സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ ഇത് ദൈവം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നടക്കുന്ന
പിരിപ്പുള്ളികളുണ്ട്. ഇന്ന് പകൽക്കാലം നീ ചിലത് എടുത്ത് എറിഞ്ഞു കളഞ്ഞിട്ട് ഇന്ന് പകൽക്കാലം പറ, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. തിരുവചനം ഇങ്ങനെ പറയുന്നു. ഹല്ലേലൂയ. അവന്റെ ജീവൻ എൻ്റെ മേൽ വ്യാപരിച്ചു കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. പുനരുത്ഥാനത്തിന്റെ ശക്തി, അവന്റെ ജീവൻ എൻ്റെ മേൽ വ്യാപരിച്ചു കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ, നിനക്ക് ഭയങ്കര ഫ്ലറിഷിംഗ് ഉണ്ടാകും. നിനക്ക് ഭയങ്കര ഫ്ലറിഷിംഗ് ഉണ്ടാകും. നിന്റെ തലമുറയുടെ മേൽ ഫ്ലറിഷിംഗ് ഉണ്ടാകും. നിന്റെ കുടുംബത്തിന് മേൽ ഫ്ലറിഷിംഗ് ഉണ്ടാകും. ഈ പകൽക്കാലം വിശ്വസിച്ചോ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചില കുടുംബങ്ങൾക്കകത്ത് ഈ 2026 യേശുവിന്റെ നാമത്തിൽ ഒരു ഫ്ലറിഷിംഗ്, ഒരു ഫ്ലറിഷിംഗ്. സ്തോത്രം. തിരുവചനം ഇങ്ങനെ പറയുന്നത്. ഹല്ലേലൂയ. സോ അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ പോകും. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. സ്തോത്രം. അബ്രഹാമിന്റെ കൂടാരത്തിനകത്തില് സാറയുടെ ചിരിയൊക്കെ നിന്നുപോയൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ചിരിയെല്ലാം നിന്നുപോയി. അവര് ദുഃഖത്തിന്റെ അവസ്ഥയെ കയറിപ്പോയിക്കൊണ്ട അവസ്ഥയുണ്ട്. കാര്യം വാഗ്ദത്തം അവരിൽ നിവർത്തിയിരിക്കുന്നില്ല. പക്ഷേ സ്തോത്രം, തിരുവചനം ഇങ്ങനെ പറയുന്നത്. സ്തോത്രം, ആ ആണ്ടില്, സ്തോത്രം, ദൈവം പറഞ്ഞ അവധിയില് ആ വാഗ്ദത്തം ദൈവം നിവർത്തീകരിച്ച് സാറ ചിരിക്കാൻ തുടങ്ങി കേട്ടോ. സാറ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഒഴിവാക്കേണ്ടതിനൊക്കെ അവന്റെ വീടിനകത്ത് നിന്ന് ഒഴിവാക്കി. ഒന്ന് ഭയങ്കരമായിട്ട് പരിശുദ്ധ അവനെ കണക്ട് ചെയ്യുന്നു കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. സാറ തന്നെ, അല്ലെങ്കിൽ ആ കുടുംബം തന്നെ, സ്തോത്രം, മിസ്രൈമ്യ ദാസിയിൽ ഉണ്ടായത് എല്ലാം ഒഴിവാക്കി വാഗ്ദത്ത സന്തതി ആ വീട് കണക്റ്റഡ് ആയി. ഈ 2026 അനാവശ്യമായി നിന്റെ വീടിനകത്തിൽ കയറിയ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവഹിതമില്ലാതെ നിന്റെ വീടിനകത്ത് നീ സെറ്റ് ചെയ്ത പരിപാടികളെ മുഴുവൻ നീ എടുത്ത് കളഞ്ഞിട്ട് ഇന്ന് പകൽക്കാലം, സ്തോത്രം, ദൈവഹിത പ്രകാരമുള്ളതുമായിട്ട് നീ കണക്ട് ചെയ്താൽ വാഗ്ദത്ത സന്തതി ജനിക്കാൻ പോകും കേട്ടോ. ചില വാഗ്ദത്ത സന്തതികൾ കർത്താവിനോട് പറയുന്നു, നീ സ്വപ്നം കണ്ട ദൈവം നിന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ദൈവം നിന്നോട് പറഞ്ഞ ആ വാഗ്ദത്ത സന്തതി നിന്റെ വീടിനകത്തിൽ 2026 ജനിക്കും. ആ വാഗ്ദത്തം നീ കാണും. തീർന്നില്ല. ആ വാഗ്ദത്തത്തിൽ നീ സന്തോഷിക്കും. അത് ദൈവവും നീയുമായിട്ടുള്ള ബന്ധത്തിലുള്ള, ഹല്ലേലൂയ, വർഷങ്ങളായിട്ടുള്ള ദൈവത്തിന്റെ ഉടമ്പടിയായി മാറാൻ പോകുന്നു. എന്നോട് ഭയങ്കരമായിട്ട് ദൈവാത്മ പറയുന്നു. ഈ മെസ്സേജ് ഞാൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ, സ്തോത്രം, ഹല്ലേലൂയ, ഒരു എഴുതി തയ്യാറാക്കിയ മെസ്സേജ് അല്ല, പ്രൊഫറ്റിക്കലി ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. സ്തോത്രം, വാഗ്ദത്തങ്ങൾക്കെതിരെ എവിടൊക്കെയോ ലോകപ്രകാരം ആരൊക്കെയോ നിങ്ങളോട് പറഞ്ഞതും പ്രകാരം നിങ്ങൾ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, സ്തോത്രം, ചില, ഹല്ലേലൂയ, മിസ്രൈമ്യ ദാസിയുടെ സന്തതിയുണ്ട്. പുറത്താക്കുക. അതിനെ പുറത്താക്കികളാ. നിന്റെ വാഗ്ദത്തം ജനിക്കാൻ പോവുകയാണ്. അത് നീയും നിന്റെ ദൈവവും തമ്മിൽ ഡിസ്കണക്ട് ചെയ്യുക. താൽക്കാലികമായി നീ ആശ്വസിച്ചു പോവുകയാണ്. പക്ഷെ ദൈവം പറയുന്നു, നോ നോ, എൻ്റെ വാഗ്ദത്തം നിന്നോട് പറഞ്ഞതാ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ. സ്തോത്രം. ഒന്നുകൂടെ ഞാൻ പറയാം. ഈ 2026 നിങ്ങൾ ചിലത് വിശ്വാസത്തോടെ എഴുതുക, വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുക. അതിനെ ദൈവം നിങ്ങൾക്ക് ഉറപ്പിച്ചു തരാൻ പോവുകയാണ്. അതിനെ ദൈവം നിങ്ങൾക്ക് ഉറപ്പിച്ചു തരാൻ പോകുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ 2026 പ്രാരംഭ ദിവസം അങ്ങയുടെ പാദപിടത്തിലേക്ക് അടുത്തു വരിക. സ്തോത്രം. അങ്ങയുടെ പാദപിടത്തിലേക്ക് അടുത്തു വരിക. ഈ 2026 ഞങ്ങളുടെ ലൈഫിനകത്തിൽ ഭയങ്കര ഫ്ലറിഷിങ്ങിന്റെ, ദ ഇയർ ഓഫ് ഫ്ലറിഷിങ്, ഇതിനകത്തുള്ള ഓരോ വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും ജീവിതത്തിനകത്ത് സംഭവിക്കട്ടെ. അതിന് വിരോധമായി അന്യായമായി പിശാച് കൊണ്ടുവച്ചിരിക്കുന്ന മുഴുവൻ പദ്ധതികളെയും ദൈവം ക്യാൻസൽ ചെയ്ത് കളഞ്ഞതിനായി സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം ഈ കൂടാരങ്ങളുടെ മേലെല്ലാം വെളിപ്പെടും. അത് അത്ഭുതമാക്കി ദൈവം തീർത്തതിനായി സ്തോത്രം. അത് വലിയ വിടുതലുകളാക്കി ദൈവം തീർത്തതിനായി സ്തോത്രം. ഈ മിനിസ്ട്രിയെ അനുഗ്രഹിക്കുന്നു. ഈ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കുന്നു. വാഗ്ദത്തം ഈ ദിവസങ്ങളിൽ ഇവർ അവകാശമാകട്ടെ, അവകാശമാക്കി എടുക്കട്ടെ കർത്താവേ. അതിനുവേണ്ടി ചില പ്രൊഫറ്റിക്കൽ ആക്ഷനുകൾ ഇവർ ചെയ്യട്ടെ കർത്താവേ. അത് എന്താണോ വിശ്വാസത്തോട് ഇവർ ചെയ്യുന്നത്, അത് ഇവർ ലൈഫിനകത്തിൽ ദൈവം ഉറപ്പിച്ച് ഇവരെ വിശ്വാസത്തിൽ അടുത്ത തലങ്ങളിലേക്ക് സ്റ്റെപ്പ് എടുത്ത് വെപ്പിച്ച് അത് ഇവർക്ക് ഉറപ്പിച്ചു കൊടുത്തതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ രക്തത്തിന്റെ കവനന്റിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നു. ആ രക്തത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ആശ്രയിച്ചുകൊണ്ട്, ആ കവനന്റിൽ നിന്നുകൊണ്ട് വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ നടത്തുക. നിങ്ങൾ നടത്തുന്ന പ്രഖ്യാപനങ്ങൾ 2026 നിങ്ങൾ കാണാൻ പോവുകയാണ്. എന്താണോ നിങ്ങൾ പ്രഖ്യാപിക്കുന്നത്,
സ്തോത്രം. അത് ഭയങ്കര ഫ്ലറിഷിങ്ങുകളായി 2026 നിങ്ങൾ എടുക്കാൻ പോകുന്നു. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.